നമസ്കാരം. ന്യൂസ് 18 പൊതുവേദിയിലേക്ക് സ്വാഗതം. ഒരു തുള്ളി വിഷം വീണാൽ മതി ഒരു പാത്രം പാൽ ചീത്തയാവാൻ. അതുപോലെയാണ് ചിലർ. സ്വച്ഛമായി നീങ്ങുന്ന സമൂഹത്തിലേക്ക് വിഷത്തുള്ളികൾ ഇറ്റിക്കും. എന്നിട്ട് അതിനെ മതത്തിൻ്റെ പേരിൽ ന്യായീകരിക്കും. അവരെന്തോ മതത്തിൻ്റെ മൊത്ത സംരക്ഷണം ഏറ്റെടുത്ത മട്ടിലാവും അഭിനയം. മതവിശ്വാസികളായ മനുഷ്യർ അങ്ങനെ ആർക്കും ഒരു കൊട്ടേഷനും കൊടുത്തിട്ടില്ല. എല്ലാ മനുഷ്യരെയും മനുഷ്യരായി കാണാൻ പോലും തയ്യാറാവാത്ത ഒരു കെട്ടകാലത്തിൽ നിന്നും നവോത്ഥാനത്തിലേക്ക് നവീകരിച്ച സമൂഹമാണ് കേരളം. അവിടെയാണ് ഒരു ഹിന്ദു ക്ഷേത്ര പരിസരത്ത് ക്രൈസ്തവ ഭക്തിഗാനം പാടിയതിൻ്റെ പേരിൽ ചിലർ വർഗീയ വിഷവുമായി ഇറങ്ങിത്തിരിച്ചിരിക്കുന്നത്. യേശുദാസിൻ്റെ പാട്ട് കേട്ടുറങ്ങുന്ന അയ്യപ്പനെ ആരാധിക്കുന്ന വ്യത്യസ്ത മതസ്ഥരുള്ള നാടാണ് കേരളം. യൂസുഫ് അലി കേച്ചേരി എഴുതി യേശുദാസ് പാടിയ കൃഷ്ണകൃപാസാഗരം കേട്ട് മനസ്സിൽ ഭക്തി നിറയുന്ന ഹിന്ദുമത വിശ്വാസികളുടെയും നാട്. അള്ളാവിൻ കാരുണ്യമില്ലെങ്കിൽ ഭൂമിയിൽ എല്ലാവരും എത്തീമുകൾ എന്ന പാട്ട് എഴുതിയത് പി ഭാസ്കരനും പാടിയത് യേശുദാസുമാണ്. എല്ലാ മതസ്ഥരുടെയും ഉള്ളിൽ ഭക്തി നിറയ്ക്കുന്ന മലയാളത്തിലെ അതിപ്രശസ്തമായ ഹൈന്ദവ, ക്രൈസ്തവ, ഇസ്ലാം ഭക്തിഗാനങ്ങളിൽ പലതും രൂപപ്പെടുത്തിയത് നിരീശ്വരവാദികളായ വയലാറും ദേവരാജനും ചേർന്നാണ്. കേരളം പണ്ടേ ഇങ്ങനെയാണെന്നൊക്കെ പറയാം. ഇന്ത്യയുടെ കലാപാരമ്പര്യവും അതുതന്നെയാണെന്ന് ഈ വിഷം ചീറ്റുന്നവർ ഓർക്കണം. മൻ തട്പട്ട് ദർശൻ കോ ആശ് എന്ന് തുടങ്ങുന്ന ഹിന്ദിയിലെ അതിപ്രശസ്തമായ ഭജൻ എഴുതിയത് ഷക്കീൽ ബദായുനിയും സംഗീതം നൽകിയത് നൗഷാദും പാടിയത് മുഹമ്മദ് റഫിയുമാണ്. അവിടെയാണ് ചിലർ വേടൻ്റെ പാട്ടിനെ തെറിവിളിക്കുകയും നന്ദഗോവിന്ദം ഭജൻസിനു നേരെ വിഷം ചീറ്റുകയും ചെയ്യുന്നത്. ഈ വിഷയമാണ് ന്യൂസ് 18 പൊതുവേദി ചർച്ച ചെയ്യുന്നത്. പാട്ടിനും മതം വേണോ? പ്രേക്ഷകർക്കും പ്രതികരിക്കാം. ശരത്താണ് ബാലരാമപുരത്തു നിന്നും ആദ്യ പ്രേക്ഷകനായിരുന്നത്. ശ്രീ ശരത്ത്, നന്ദഗോവിന്ദ ഭജൻസ് ഒരു ക്ഷേത്രത്തിൻ്റെ പരിസരത്ത് പാട്ട് പാടിയപ്പോൾ അവിടെ ഒരു ക്രൈസ്തവ ഭക്തിഗാനം പാടി എന്നതിൻ്റെ പേരിൽ അവർക്കു നേരെ വാളോങ്ങി നിൽക്കുകയാണ് ഇവിടുത്തെ മതസംരക്ഷകരെന്ന് സ്വയം ചമയുന്ന ചിലർ. അവരെ പിന്തുണയ്ക്കാൻ ചില ഉത്തരവാദിത്തപ്പെട്ട ആളുകളുമൊക്കെ വരുന്നു എന്നത് കേരളത്തിന് നേരെയുള്ള ഒരു വലിയ ചോദ്യമായി തന്നെ ഉയരുകയാണ്. താങ്കൾക്ക് എന്താണ് ഇതിൽ അഭിപ്രായം? നമസ്കാരം. നമസ്കാരം. അപ്പൊ എനിക്ക് പറയാനുള്ളത്, കല എന്ന് പറയുന്നത് എല്ലാവരും ആസ്വദിക്കുന്ന ഒന്നാണ്. പാട്ടായാലും കഥയായാലും സിനിമയായാലും നാടകമായാലും കഥാപ്രസംഗമായാലും എന്തായാലും ഒരു പാട്ട് പാടി എന്നുള്ളത് കൊണ്ട് ഇപ്പോ ഹരിവരാസനം ദാസേട്ടൻ പാടി, അതേപോലെ തന്നെ ശിവനെ പറ്റിയുള്ള ഒത്തിരി പാട്ടുകൾ, നല്ല നല്ല പാട്ടുകൾ, ശിലയായി പിറവിയുണ്ടെങ്കിൽ ഞാൻ ശിവരൂപമായേനെ എന്ന് പറയുന്ന ശിവന്റെ പാട്ട്, അതേപോലെ തന്നെ ശിവനാമം എന്ന് പറയുന്ന അതിമനോഹരമായ പാട്ട്. അപ്പൊ ഇങ്ങനെ ഒത്തിരി പാട്ടുകൾ ദാസേട്ടൻ പാടിയിട്ടുണ്ട്. അതേപോലെ ഏതെല്ലാം പാട്ടുകൾ പാടിയിട്ടുണ്ട്. നമ്മളിപ്പോ ക്രിസ്ത്യൻ പാട്ട് കേൾക്കുന്നുണ്ട്, മുസ്ലിം പാട്ട് കേൾക്കുന്നുണ്ട്, അങ്ങനെ പല രീതിയിലുള്ള പാട്ടുകൾ നമ്മൾ കേൾക്കുന്നുണ്ട്. അപ്പൊ അതിനകത്ത് ഒരു പാട്ടിൽ ഒരു മതമോ ജാതിയമോ ഈ കലയ്ക്കൊന്നും അങ്ങനെയുള്ള ഒരു വർഗീയത ഇല്ല. സാഹിത്യം എന്ന് പറഞ്ഞാൽ എല്ലാവരും വായിക്കുന്നതാണ്. നമ്മൾ TV കാണുന്നുണ്ട്, മൊബൈലിൽ നമ്മൾ പാട്ടുകൾ പ്രോഗ്രാം കാണുന്നുണ്ട്, ഉത്സവപ്പറമ്പിൽ പോയി നമ്മൾ പ്രോഗ്രാം കാണുന്നുണ്ട്. അപ്പൊ നിലവില് അങ്ങനെ ഒരു വർഗീയത ഒന്നിൽ കൊണ്ടുവരരുത്. എല്ലാം കലയും ഒന്ന് തന്നെയാണെന്നാണ് എന്റെ അഭിപ്രായം. ശരി, താങ്കളുടെ അഭിപ്രായം വളരെ വ്യക്തമാണ്. മഹാഭൂരിപക്ഷം വരുന്ന മലയാളികളുടെയും അഭിപ്രായം ഇതുതന്നെയാണെന്ന് നമുക്കും അറിവുള്ളതാണ്. ശ്രീ കുഞ്ഞഹമ്മദാണ് കോഴിക്കോട് നിന്നും. ശ്രീ കുഞ്ഞഹമ്മദ്, കേരളത്തിലെ അതിപ്രശസ്തമായ പല ഭക്തിഗാനങ്ങളും, അത് ക്രൈസ്തവ ഭക്തിഗാനമായിക്കോട്ടെ, ഹിന്ദു ഭക്തിഗാനമായിക്കോട്ടെ, അത് മുസ്ലിം ഭക്തിഗാനം ഒക്കെ ആയിക്കോട്ടെ, ഇതൊക്കെ എഴുതിയവരുടെയൊന്നും മതവും ജാതിയും ചികഞ്ഞാൽ ഈ മഹാഭൂരിപക്ഷം പാട്ടുകൾ നമുക്ക് പാടാൻ കഴിയാത്ത അവസ്ഥയിലേക്ക് വരും. അങ്ങനെയൊക്കെയാണ് ചിലർ ചിന്തിക്കുന്നത്. ഇവരോട് എന്താണ് പറയാനുള്ളത്? നമസ്കാരം സാർ. നമസ്കാരം. ചില്ലറ സമയം സാറ് ഭൂമിയിലെ മനുഷ്യന്റെ ജീവനുള്ളൂ. അത് കണക്കാക്കി ജീവിക്കണം നമ്മൾ. എന്തിനായി വർഗീയത കൊണ്ട് ഉറഞ്ഞിത്തുള്ളുന്ന ഈ നാട്ടിൽ ചില്ലറ സമയം? ഈ വർഗീയവാദികൾ കാണേണ്ടത് ശ്രീനാരായണ ഗുരുവിന്റെ വാക്കുകൾ ഉദ്ധരിച്ച് കേൾക്കണോ? ഒരു ജാതി, ഒരു മതം, മനുഷ്യന് നന്മയ്ക്കായി പ്രവർത്തിച്ച നാട്ടിലാണ് നമ്മൾ ജീവിക്കുന്നത്. ഹരിവരാസനം പാടി യേശുദാസിനെ കണ്ടില്ലെങ്കിൽ അവിടെ വെടിവെച്ചുറങ്ങുന്നത് ഭക്തർ. ഇത്ര വർഗീയവാദമുള്ള ആൾക്കാർ ഈ നാടിനോട് സമാധാനം പറയണമെന്ന് എനിക്ക് പറയാനുള്ളത്. ശരി, താങ്കളുടെ അഭിപ്രായം വളരെ വ്യക്തമാണ്. ശ്രീ പീതാംബരനാണ് പള്ളൂരുത്തിയിൽ നിന്നാണ്. ശ്രീ പീതാംബരൻ, താങ്കൾക്ക് എന്ത് തോന്നുന്നു? ചിലർ ഒരു തിട്ടൂരമിടുകയാണ്,
നമ്മുടെ നാട്ടിലൊക്കെ നമുക്കറിയാം, അമ്പലങ്ങളിലായാലും പള്ളികളിലായാലും ഒക്കെ ഉത്സവങ്ങളുടെ ഭാഗമായി അവിടെ വെക്കുന്ന പാട്ട്, സിനിമാ പാട്ടുകൾ വെക്കും, ഡിസ്കോ ഡാൻസിനുള്ള പാട്ടുകൾ വരെ അവിടെ വെക്കാറുണ്ട്. അങ്ങനെയൊക്കെയുള്ള പാട്ടുകളും എല്ലാം ചേർന്നതാണ് നമ്മുടെ നാടിൻ്റെ രീതി. അങ്ങനെയൊക്കെയാണ്. അല്ലാതെ അവിടെ കൃത്യമായി ഇന്ന മതത്തിൻ്റെ ഭക്തിഗാനം മാത്രമേ, അത് ആരാധനയൊന്നും അല്ലല്ലോ. അവിടെ ഉത്സവത്തിൻ്റെ ഭാഗമായി അങ്ങനെയൊക്കെ വരും. അതൊക്കെ ചെയ്ത് ശീലിച്ചവരും കണ്ട് ശീലിച്ചവരുമാണ് നമ്മൾ. അവിടെയാണ് പറയുന്നത് നന്ദഗോവിന്ദൻ ഭജൻസ് ഒരു ക്രൈസ്തവ ഭക്തിഗാനം പാടിപ്പോയി, അതെന്തോ വലിയ അപരാധമാണ് എന്ന്. അതെ, അത് എൻ്റെ അടുത്ത് നമുക്ക് ഇത്രയും നവോത്ഥാന നായകന്മാര് ജനിച്ചു വളർന്ന ഒരു നാടാണ്, പ്രത്യേകിച്ച് നമ്മുടെ ഇന്ത്യയും കേരളവും പോലുള്ള ബംഗാൾ പോലുള്ള സംസ്ഥാനങ്ങൾ. പക്ഷേ ഇത്ര വിവരദോഷികൾ ഇന്നും നമ്മുടെ ഇന്ത്യ രാജ്യത്ത് ജീവിച്ചിരിക്കുന്നു എന്നുള്ളത് തെളിവാണ് ഈ പറയുന്ന വാചകങ്ങൾ. ഒരു കലയെ കലയായിട്ട് കാണുകയും സംഗീതമായി കാണുകയും ചെയ്യണ്ടേ? ആര് പാടുന്നു എന്നുള്ളതല്ല പ്രശ്നം, ആ പാട്ട് ആസ്വദിക്കാൻ പറ്റുമോ ഉള്ളതാണ് പ്രശ്നം. എത്രയോ നല്ല നല്ല ഗാനങ്ങൾ പലരും പാടിയിട്ടുണ്ട്. ഇങ്ങനെ പോയാൽ ഇവരൊക്കെ ഇത്ര വിവരദോഷികളെ ഈ നാട്ടിൽ നിന്ന് പഠിക്കണം. ഇവിടെയുള്ള എനിക്കൊരു കാര്യം പറയാനുള്ളത്, ഇവിടെയുള്ള കോടതികൾ ഈ നാക്ക് വിഴുങ്ങിയിരുന്നിട്ട് കാര്യമില്ല. ജഡ്ജിമാർ വിധി പറയണം, എല്ലാവരും വേണ്ടി നാക്ക് ഉപയോഗിക്കരുത്. കാരണം നിഷ്പക്ഷമായിട്ട് ഇതിൻ്റെയൊക്കെ പേര് നടപടിയെടുക്കണം. ആരാണ് ഇവിടെ ഈ വ്യവഹാരങ്ങളൊക്കെ വിടുന്നത്? ഒരു സംഗീതത്തിന്റെ പേരിൽ ഇങ്ങനെ പറയാനാണ് അല്ലേ? കുഞ്ഞുകുട്ടി ഭാഗത്തുണ്ടായിരുന്നു ഇവിടെ പണ്ട്. എന്തായിരുന്നു അയാളുടെ പാട്ട്? ഇവരൊക്കെ ഇങ്ങനെയാണോ പഠിക്കേണ്ടത്? അല്ലാണ്ട് ഇവർ അമ്പലത്തിൽ മാത്രമേ ഇത് പാടാൻ പാടുള്ളൂ. മറ്റുള്ള ദൈവം ഒന്നേ ഉള്ളൂ, ഏകദൈവം. അതറിയാൻ പാടില്ലേ? ഏകദൈവം, അതാണ് അതിന് മനസ്സിലാക്കേണ്ടത്. ശരി, വ്യക്തമാണ് ശ്രീ പീതാംബരൻ. ശ്രീ മുഹമ്മദാണ് മഞ്ചേരിയിൽ നിന്നും. ശ്രീ മുഹമ്മദ്, ഇങ്ങനെയൊക്കെ നാളെ തുടങ്ങിയാൽ നമ്മൾ ഇതുവരെയും ഓരോ മതസ്ഥരും ചില പാട്ടുകളൊക്കെ കേൾക്കുമ്പോൾ അവർ വിശ്വസിക്കുന്ന ദൈവവുമായി ചേർന്ന് ഒരു ഭക്തിയൊക്കെ മനസ്സിൽ വരും. അങ്ങനെ അതുകൊണ്ട് ആ പാട്ടുകൾ കൂടുതൽ ആസ്വദിക്കുകയും ഒക്കെ ചെയ്യും. അതുപോലെ ഇനി ആ പാട്ട് എഴുതിയതാരാണ്, ആ പാട്ടിന് സംഗീതം നൽകിയതാരാണ്, പാടിയതാരാണ് എന്നൊക്കെ നോക്കേണ്ടി വരുന്ന അവസ്ഥയിലേക്കാണോ നീങ്ങേണ്ടി വരുന്നത്? നമസ്കാരം കിരൺ സാറേ. ആദ്യമായി പറയുന്നു, ഇവിടെ മഞ്ചേരി ശ്രീകൃഷ്ണ തിയേറ്റർ എന്ന് പറഞ്ഞ തിയേറ്ററില് കൃഷ്ണ മുകുന്ദ മുരാരേ എന്ന് പറഞ്ഞ ആ ഗാനം മഞ്ചേരിക്കാര് കുട്ടികൾക്ക് പോലും ഒരു 70 കൊല്ലം മുമ്പ് ഇവിടെ കേട്ടതാണ് ഞങ്ങൾ. അന്ന് ഈ ഗാനം അത് കേട്ട് 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 ഈ കുട്ടികൾ വരെ പഠിച്ചിട്ടുണ്ട്. അന്നൊന്നും ഇതിലൊരു വർഗീയം കണ്ടില്ല. ഇപ്പൊ കുറച്ച് വേണ്ടാത്ത, അതായത് ബുദ്ധി എന്ന് പറഞ്ഞത് അടുത്തുകൂടെ പോകാത്ത ചില മനുഷ്യരുണ്ട്. ആ മനുഷ്യരാണ് ഇതിന് വർഗീയം കണ്ട്. സാറൊന്ന് കേൾക്കണം. എന്നെ പോലെ കത്തി ഇന്നേലും ചെറുപ്പമുള്ള ആൾക്കാരും ഈ കൃഷ്ണ മുകുന്ദ മുരാര എന്ന് പറഞ്ഞത് ഇന്ന് അവരെ മനസ്സിൽ മായാ കിടക്കുക. കാരണം 6 മണിക്ക് അവിടെ പാട്ട് വിടും. ആ പാട്ട് വിട്ടാൽ ഈ പാട്ടാ വിടുന്നത്. ആ തിയേറ്റർ അവസാനിക്കുന്നത് വരെ ആ പാട്ടാ അവിടെ വിട്ടത്. അന്ന് ആരും ഇവര് കോമരളകിയൊന്നുമില്ല. ഇപ്പൊ കോമരളകുന്ന ആൾക്കാർക്ക് പിരാന്താണ്. അവരെ പിടിച്ച് ജയിലിലാക്കണം. അവര് വർഗീയത്തിനെ കുത്തിപ്പൊന്തിക്കാൻ നോക്കാണ്. അത്തരം ആൾക്കാരെ ഇവിടെ ജീവിക്കാനേ അനുവദിക്കരുത്. ഇവിടെ മനുഷ്യന് സ്വസ്ഥമായിട്ട് ഈ കേരളത്തിൽ ജീവിക്കണം, ഈ ഇന്ത്യ രാജ്യത്തും ജീവിക്കണം. മനുഷ്യന് സമാധാനം വേണം. അതില്ലാത്ത തരം വിഡ്ഢികളെ ഇവിടുന്ന് നിർമ്മാർജ്ജനം ചെയ്യണം എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം സാറേ. ശരി, താങ്കളുടെ വാക്കുകൾ വളരെ ശക്തമാണ്. ഒരു കാലത്ത് കേരളത്തിലെ തിയേറ്ററുകളിലൊക്കെ സിനിമ തുടങ്ങുന്നതിന് മുമ്പ് നാട്ടിൻപുറത്തെ തിയേറ്ററുകളിലൊക്കെ ഏതെങ്കിലുമൊക്കെ പാട്ട് ഇങ്ങനെ ഇട്ടുകൊണ്ടിരിക്കുക. അത് ഒരുപാട് ദൂരം, 1/2 കിലോമീറ്ററൊക്കെ ദൂരെ കേൾക്കുന്ന രീതിയിലായിരിക്കും പാട്ടിടുന്നത്. ആ പാട്ടൊക്കെ നാട്ടുകാരെല്ലാം കേട്ടോ. അത് ഇനി ഹിന്ദു പാട്ടാണോ ക്രിസ്ത്യൻ പാട്ടാണെന്നൊന്നും ആരും അന്വേഷിച്ചിട്ടില്ല. ശ്രീ ഗോവിന്ദനാണ് ചങ്ങനാശ്ശേരിയിൽ നിന്നും. ശ്രീ ഗോവിന്ദൻ, ഒരു ക്ഷേത്രത്തിൻ്റെ ഉത്സവത്തിൻ്റെ ഭാഗമായി ഒരു പാട്ട് പാടിയപ്പോൾ അവിടെ ഒരു ക്രൈസ്തവ ഭക്തി ഗാനം പാടിയാൽ അതെന്തോ മഹാ അപരാധമാണെന്ന് പറയുന്നവരോട് മുഖത്ത് നോക്കി നിങ്ങൾ ഇത്തരം കാര്യങ്ങൾ ഇടപെടേണ്ടതില്ല എന്ന് പറയേണ്ട ഒരു ആർജവം മലയാളിക്ക് വേണ്ടേ? അല്ല, അങ്ങനെ പറയുന്നവരുടെ മുഖത്ത് കാർക്കിച്ച് തുപ്പ വേണ്ട. കാരണം വെച്ചാൽ നന്ദഗോവിന്ദ ഭജൻസ് എന്ന് പറഞ്ഞാല് അവരിന്ന് ഈ ഭാരതത്തിലല്ല ലോകത്ത് തന്നെ ഏറ്റവും ശ്രദ്ധ ആർജിച്ച മതസൗഹാർദ്ദത്തിന്റെ ആൾക്കാരാണ് അവര്. ഞാൻ ചോദിച്ചോട്ടെ കിരൺ, ഇപ്പം ദർശനം നൽകണേ മിശിഹായേ എന്നും പരിശുദ്ധനായവൻ നീയേ പരാ. അതിന് പറയും ദർശനം നൽകണേ മഹാദേവ എന്നും പരിശുദ്ധനായവൻ നീയേ പരാ എന്ന് പാടിയ വല്ല കുഴപ്പമുണ്ടോ? ഇത്രയും പറഞ്ഞേ.
ഒരു ദൈവം കുഴപ്പമില്ല. ഒന്നല്ലേ? ആളുകൾക്ക് എങ്ങനെ വേണമെങ്കിലും ഒരു എത്രയോ ഗാനങ്ങളെ നമ്മൾ അങ്ങനെ എന്തിന് ഈ ഗാനങ്ങളൊക്കെ ഭക്തി ഗാനങ്ങളൊക്കെ പാരഡിയാക്കി ഇവരെ നാട്ടിൽ പാടിയിരിക്കുന്നു. അത് എന്തെല്ലാം തരത്തിലെ പാരഡികൾ. അന്നൊന്നും ആർക്കും ഇങ്ങനെയൊന്നും തോന്നിയിട്ടില്ല. പാട്ട് പാടുമ്പോൾ അതിനകത്ത് ഹിന്ദു ഉണ്ട്, ക്രിസ്ത്യാനി ഉണ്ട്, മുസ്ലിം ഉണ്ട്, അല്ലെങ്കിൽ അത് ദൈവത്തെ അവഹേളിക്കുമെന്ന് ആർക്കും തോന്നിയിട്ടില്ല. കിരൺ, ഞാന് പാടല്ല പാടിയത്. ദൈവത്തിന്റെ 2 ദൈവങ്ങളാണ്, മഹാദേവനും യേശുദേവനും, അല്ലേ? അതെ, ഞാൻ ഈ പറയുന്ന ഞാൻ പറഞ്ഞത് പാരഡി പോലും ആക്കിയിട്ടുണ്ട്. എത്രയോ പ്രശസ്തമായ ഹിന്ദു ഭക്തിഗാനങ്ങൾ, ക്രിസ്ത്യൻ ഭക്തിഗാനങ്ങൾ, മുസ്ലിം ഭക്തിഗാനങ്ങൾ പാരഡി ഉണ്ട്. ഒരു കാലത്ത് പാരഡി വല്ല ഹിറ്റ് ആയിരുന്നല്ലോ. അന്നൊന്നും ആർക്കും ഇതിനൊന്നും ആരും കളിയാക്കിയതായി തോന്നിയിട്ടില്ല. കിരൺ, പാരഡി അല്ല ഞാൻ താങ്കൾ പാടിയ പാരഡി അല്ലെന്ന് മനസ്സിലായി. ഞാൻ പാരഡി അല്ല പാടുന്നത്. ഞാൻ പാടിയത് ദർശനം നൽകണേ മിശിഹായേ എന്നും പരിശുദ്ധനായവൻ നീയേ പരാ. അവിടെ ദർശനം നൽകണേ മഹാദേവ. പരമേശ്വരൻ, സാക്ഷാത് പരമേശ്വരൻ, ദൈവം ഒന്നാണെന്ന് നമ്മുടെ സാക്ഷാത് ദാസേട്ടൻ പറഞ്ഞിട്ടില്ലേ? ഇല്ലേ? എല്ലാ ദൈവങ്ങളും ഒന്നാണ്, ഇല്ലേ? അതെ, ഞാൻ അതാ പറഞ്ഞേ. ഞാൻ ഓരോ രീതിയിൽ അതിനെ ആരാധിക്കുന്നു, അതേ ഉള്ളൂ. അതെ, ദൈവം എല്ലാം ഒന്ന്. ഞാന് മുസ്ലിം പള്ളി പോവും, ക്രിസ്ത്യൻ പള്ളി പോവും, അമ്പലങ്ങളിൽ പോവും. ഞാനൊരു പട്ടാളക്കാരനാണ്. സോൾജർ. എല്ലാ നമ്മുടെ സമഭാവനയോടെ കണ്ടില്ലെങ്കിൽ എന്താ കിരണേ? നിങ്ങളെ പോലുള്ള വ്യക്തമാണ്. ശ്രീ ഗോവിന്ദൻ, ശ്രീ ദിവാകരനാണ് തലശ്ശേരിയിൽ നിന്നും. ശ്രീ ദിവാകരൻ, താങ്കൾക്ക് എന്ത് തോന്നുന്നു? ഈ കേരളത്തിൽ, നവോത്ഥാന കേരളത്തിലാണ് നിന്നുകൊണ്ട് ചിലർ ഈ ആധുനിക കാലത്ത് പറയുന്നു ഇവിടെ അമ്പലത്തിൻ്റെ ഉത്സവത്തിൻ്റെ ഭാഗമായി ക്രൈസ്തവ ഭക്തി ഗാനങ്ങൾ പാടരുത്, അതെന്തോ ചിക്കൻ മസാല പായസത്തിലിട്ട പോലെ ആവും എന്നൊക്കെ പറയുന്നു. ഇങ്ങനെയൊക്കെ പറയുന്നവരെ ഈ പൊതുസമൂഹത്തിൽ നിന്ന് അകറ്റി നിർത്താൻ നമുക്ക് കഴിയണ്ടേ? അത് പിന്നെ ശരിയല്ലേ കിരൺ സാറേ. എന്താ പറഞ്ഞാല് യേശുദാസ് എത്രയോ മാപ്പിളപ്പാട്ട് പാടി. അതായത് റസൂലെ നിൻ കനിവാലെ, പോപ്പുലർ സോങ്, അള്ളാവിൻ എത്രയോ പാട്ട്. പിന്നെ ഹരിവരാസനം യേശുദാസ് പാടിയിട്ട, പിന്നെ നടിയടക്കുമ്പോ യേശുദാസ് പാടിയിട്ടാ നടിയടക്കുന്നത്. അപ്പോ ഇത് ഈ മതഭ്രാന്ത് തലയിൽ കയറിക്ക എന്തെന്നായാലും പിന്നെ എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ എന്താ സംഭവിച്ചു കഴിഞ്ഞാൽ ഇന്നേ ജാതി മതത്തിന്റെ രക്തം കാച്ചുന്ന എത്രയോ ഹോട്ടലിൽ നിന്ന് നമ്മൾ ഭക്ഷണം കഴിക്കുന്നു. അപ്പൊ ആരെല്ലാം ഉണ്ടാക്കുന്ന എന്തെന്നായത് ഇതെല്ലാം. അതായത് 1 region 1 caste 1 vote ഫോർമുല. എല്ലാ നദികളും കടലിൽ പോകുന്നു, എല്ലാ തോടുകളും നദിയിൽ വരുന്നു, എല്ലാവരുടെ രക്തത്തിന്റെ നിറമൊന്ന്. ഇങ്ങനെ കളിച്ചാൽ ഏടിയാ ശരിയായി അത് പറഞ്ഞു പഠിപ്പിച്ചു കൊടുക്കണ്ടേ? ഈ ഭ്രാന്ത് തലയിൽ ചേരുമ്പം വിദ്യാഭ്യാസമുള്ള കൂട്ടു അല്ലെങ്കിലും മീഡിയയിലോ അങ്ങനെയുള്ള ചാനലിലോ എങ്ങനെയെങ്കിലും പഠിപ്പിച്ചു കൊടുക്കുക. ഇതെന്താന്ന് പറഞ്ഞാൽ ഒരു പാർട്ടിന്റെ ഇങ്ങനെ കളിക്കുക, ഹിന്ദു രാജ്യം മതി, എല്ലാം എത്രയോ കോടാനുകോടി ഹിന്ദു മുസ്ലിം ക്രിസ്ത്യാനി അന്യോന്യം കല്യാണം കഴിച്ച് മക്കളെല്ലാം ഉണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എല്ലാ നദികളും കടലിലെ പോകുന്നു സാറേ. എന്തെന്നായി ശ്രീ സൂപ്പിയാണ് വെള്ളമുണ്ടയിൽ നിന്നും. ശ്രീ സൂപ്പി, യഥാർത്ഥത്തിൽ നമ്മുടെ സമൂഹത്തിലേക്ക് വിഷമിറ്റിക്കുന്ന ഇത്തരം ആളുകളെ നോക്കി ഇതിവിടെ പറ്റില്ല, നിങ്ങളുടെ അഭിപ്രായം ഈ നാടിന് യോജിച്ചല്ല എന്ന് ഒരുമിച്ച് നിന്ന് പറയേണ്ട ഒരു കാലമല്ലേ ഇത്? അതെ, നമസ്കാരം സാർ. നമസ്കാരം. എന്റെ അഭിപ്രായത്തിൽ അന്ന് പിന്നെ അമ്പല കമ്മിറ്റി തന്നെ പറഞ്ഞു, ക്ഷേത്ര കമ്മിറ്റി തന്നെ പറഞ്ഞിട്ടുണ്ട്, തള്ളി പറഞ്ഞിട്ടുണ്ട്. അതിൽ കവിഞ്ഞ് എന്തെന്നാ നമ്മൾ പറയേണ്ടത്? അതാണ് ഏറ്റവും വലിയ അവർ പറഞ്ഞ കാര്യങ്ങൾ. അതുകൊണ്ട് ഹിന്ദു സംഘടനകൾ ഇവരെയൊക്കെ ഒറ്റപ്പെടുത്തണം, അവരെ ഒരു പരിപാടിയിൽ പങ്കെടുപ്പിക്കരുത് എന്നാണ് എന്റെ അഭിപ്രായം. ശരി, ശ്രീമതി ജയശ്രീയാണ്, ചേർത്തലയിൽ നിന്നാണ് വിളിക്കുന്നത്. ശ്രീമതി ജയശ്രീ, നമ്മുടെ ഒരു കലാപാരമ്പര്യം, ഇന്ത്യയുടെ കലാപാരമ്പര്യവും കേരളത്തിന്റെ കലാപാരമ്പര്യവും ഒക്കെ കലയ്ക്ക് അങ്ങനെ ഏതെങ്കിലും തരത്തിൽ മതം നോക്കിയല്ല, പാടുന്ന ആളിന്റെയോ എഴുതിയ ആളിന്റെയോ സംഗീതം പകർന്ന ആളിന്റെയോ അഭിനയിച്ച ആളുടെയോ മതം നമ്മൾ നോക്കിയിട്ടില്ല. അതൊക്കെ നോക്കണമെന്ന് പറയുന്ന ഇത്തരക്കാരോട് എന്താണ് പറയാനുള്ളത്? ഞാനൊരു കലാകാരിയാണ്, ഇല്ലെന്നല്ല പറയുന്നത്. പക്ഷെ പിന്നെ ഏതെങ്കിലും ഒരു ക്രിസ്ത്യൻ പള്ളിയിലോ ഒരു മുസ്ലിം പള്ളിയിലോ നമ്മുടെ ഹിന്ദു ഭക്തിഗാനമോ നമ്മുടെ ഹിന്ദു ദൈവങ്ങളുടെ കുറിച്ചോ എന്തെങ്കിലും ഒന്ന് സംസാരിക്കാൻ അവർ അനുവദിക്കുമോ സാർ? എന്താണ് ശ്രീമതി ജയശ്രീ അക്കാര്യത്തിൽ സംശയമുള്ളത്? കേരളത്തിലെ എത്രയോ പള്ളികളുടെ പെരുന്നാളുകളുടെ ഭാഗമായി നടക്കുന്ന ഉത്സവങ്ങൾ തന്നെ, അവിടെ നടക്കുന്ന ഉത്സവങ്ങൾ, ആ ഉത്സവങ്ങളുടെ ഭാഗമായി എന്തെല്ലാം പരിപാടികൾ നടക്കുന്നു. അവിടെ മിമിക്രി നടക്കുന്നു, മോണോ ആക്ട് നടക്കുന്നു, നാടകം നടക്കുന്നു, ഗാനമേള നടക്കുന്നു. അവിടെയൊക്കെ പാടുന്ന പാട്ടുകൾ അതെല്ലാം ആ മതവുമായി ബന്ധപ്പെട്ടതാണോ? അത് ഉത്സവം ഏത് മതത്തിന്റെ ആയിക്കോട്ടെ, ഒരു ഉത്സവത്തിന്റെ ഭാഗമായി പാടുന്ന പാട്ടുകളൊന്നും ആ മതത്തിന്റെ അല്ല. താങ്കൾ ഈ കേരളത്തിലല്ലേ ജീവിക്കുന്നത്?
അല്ലല്ല, അങ്ങനെ പറഞ്ഞു വരാതെ. ഈ പറയുന്ന നമ്മള് ഹിന്ദുക്കളായിട്ടുള്ളവർ തന്നെയാണ് ഇവർക്കൊക്കെ ഇതുമാതിരിയുള്ള ഇവർക്ക് പ്രചോദനം എന്ന് പറയാൻ കൊടുക്കുന്നത്. ആർക്ക് ഏതാണ്ട് ഇപ്പൊ ഹിന്ദുക്കളുടെ ഏതാണ്ട് വല്ല കുത്തക വല്ലതാണോ കേരളം? കേരളത്തിനെ അല്ല പറയുന്നത്, നമ്മളുടെ ക്ഷേത്രങ്ങളിൽ കയറി പിന്നെ അവരുടെ പാട്ട് ഹിന്ദു പാടിക്കണം ക്ഷേത്രങ്ങളിൽ ഇത്ര കയറി അങ്ങനെ നിർബന്ധം ഹിന്ദു എന്നാണ്. ക്ഷേത്രങ്ങളിൽ എല്ലാവർക്കും കയറാം. ഹിന്ദു ക്ഷേത്രം എല്ലാവരും ഹിന്ദുവിന്റെ കയറിക്കോട്ടെ, മാത്രമൊന്നും പക്ഷേ അല്ലല്ലോ. ഹിന്ദു ക്ഷേത്രങ്ങളിൽ മഹാഭൂരിപക്ഷം ക്ഷേത്രങ്ങളിലും എല്ലാ മതസ്ഥർക്കും കയറാം. അല്ലെ അത് നമുക്ക് മാത്രമേ ഉള്ളൂ. അപ്പൊ ഇവരുടെ പള്ളികളിലൊന്നും നമുക്ക് കയറാനും നമ്മളുടെ ഓരോ തീരുമാനം തരത്തിലും ഓരോ അനുസരിച്ച് ഹിന്ദു പെരുമാറാനും ക്ഷേത്രങ്ങൾ പറ്റുമോ? കയറാം. ഗുരുവായൂരിൽ എല്ലാവർക്കും കയറാൻ കഴിയില്ല. സാധാരണ ഉള്ള ക്ഷേത്രങ്ങൾ ഞാൻ ഓച്ചറയിൽ നിന്നാണ് വരുന്നത്. ഓച്ചറ ക്ഷേത്രത്തിൽ ഏത് മതസ്ഥനും കയറാം. ഏത് ജാതിയിൽപ്പെട്ടവനും കയറാം. ഇപ്പോഴല്ല, ഇവിടെ ക്ഷേത്ര പ്രവേശന വിളംബരമൊക്കെ ഉണ്ടാകുന്നതിന് മുമ്പ് തന്നെ എല്ലാ മതക്കാർക്കും എല്ലാ ജാതിക്കാർക്കും കയറാം. അതാണ് ഇന്ത്യയുടെ പാരമ്പര്യം. അല്ലാതെ മറ്റുള്ളവരെ അകറ്റി അത് ഈ നിർത്തുക എന്നുള്ളതല്ല. പാരമ്പര്യം നമുക്ക് മാത്രമേ ഉള്ളൂ സാർ. അതാണ് ഞാൻ ചോദിക്കുന്നത്. അല്ല, അതിലെന്തെങ്കിലും കുഴപ്പമുണ്ടോ അങ്ങനെ ചെയ്താൽ? എനിക്ക് എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്കത് യോജിക്കാനൊക്കെ നമ്മളോടില്ലാത്ത നമ്മളെന്തിനു കാണിക്കുന്ന ഹിന്ദുക്കളുടെ ഞാൻ പറഞ്ഞത് ഇപ്പൊ ഞങ്ങളുടെ ഒക്കെ കൂട്ടത്തിലാണെങ്കിൽ ശരി, ഇപ്പോഴും നമ്മൾ അമ്പലത്തിൽ നിന്ന് കൊണ്ടുവന്ന എന്തെങ്കിലും ഒരു വഴിപാട് പായസം പോലുള്ള എന്തെങ്കിലും കൊണ്ടുവന്നാൽ കഴിക്കാത്ത ഇഷ്ടം പോലെ ധാരാളം ആൾക്കാരുണ്ട്. കഴിക്കുന്ന ആവശ്യം പോലെ ആളുകളെ അറിയാമല്ലോ. കഴിക്കുന്നവരുണ്ടില്ലെന്ന് പറയുന്നില്ല, നമ്മൾ അങ്ങനെയുള്ളവരെ തള്ളി പറയുന്നില്ല. ഈ ചെയ്യാൻ ഇപ്പൊ എന്താ ഈ മന്തിയുടെ കാര്യമൊക്കെ വന്നത് കടകളിൽ ശ്രീകൃഷ്ണനെ അവഹേളിച്ച കാര്യങ്ങളൊക്കെ എന്ത്, അതിനൊന്നിട്ട് ആരും ചോദിച്ചു. അതിനും നിങ്ങൾ എല്ലാവരും ഈ ചാനലുകാരൊക്കെ വന്നിട്ട് കൊണ്ട് ആങ്കറിങ് ചെയ്യുന്നവരൊക്കെ അവർക്ക് സപ്പോർട്ടായിട്ടാണല്ലോ സംസാരിച്ചത്. ഇപ്പൊ ഈ വിഷയമല്ലേ നമ്മൾ സംസാരിക്കുന്നത്? ശ്രീമതി ജയശ്രീയുടെ ഒരു തോന്നലിൽ ഏതെങ്കിലും ഒരു അമ്പലത്തിൽ ഉത്സവം നടത്തുവാണെങ്കിൽ അവിടെ ക്രൈസ്തവ ഭക്തിഗാനം പാടുന്നത് തെറ്റാണോ? എന്നെ സംബന്ധിച്ചിടത്തോളം നമ്മളോടില്ലാത്ത കാര്യങ്ങൾ നമ്മൾ ചെയ്യേണ്ട നമ്മളെന്ന് പറയുന്ന ആരാണ്? അങ്ങനെ പ്രത്യേകിച്ച് നമ്മൾ നിങ്ങൾ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഈ നാട്ടിലെ ക്രൈസ്തവരും മുസ്ലിമിനും ഹിന്ദുവിനും എല്ലാം ഒരേ അവകാശമല്ലേ ഉള്ളത്? അല്ലാതെ അധിക അവകാശം ആർക്കെങ്കിലും ഉണ്ടോ? ഇല്ല. എന്നെ പോലെ വിശ്വസിക്കുന്ന ആൾക്കാരുള്ളിടത്തോളം കാലം നമ്മളോടില്ലാത്തത് അവർക്കും വേണ്ട എന്നുള്ളതാണ് ജയശ്രീ. ഞാൻ പറഞ്ഞില്ലേ, എന്നെ പോലെ വിശ്വസിക്കുന്ന ആൾക്കാർ ഉള്ളിടത്തോളം കാലം നമ്മളോടില്ലാത്തത് അവർക്കും വേണ്ടെന്നുള്ള കേരളത്തിന്റെ അത് ഹിന്ദു പാരമ്പര്യമല്ല, കേരളത്തിന്റെ പാരമ്പര്യമല്ല ജയശ്രീ പറയുന്നത്. കേരളത്തിലെ ഞാനൊക്കെ ഈ നാട്ടിൽ ജീവിക്കുന്നവരാണ്. ഒരു നാട്ടിൽ അമ്പലത്തിൽ ഉത്സവം വന്നു കഴിഞ്ഞാൽ അവിടെ കലാപരിപാടികൾ പലതും അവതരിപ്പിക്കും. ആ കലാപരിപാടികൾ അവതരിപ്പിക്കുന്നുണ്ടെങ്കിൽ അതെല്ലാം ആ ഒരു പ്രത്യേക മതത്തിന്റെ മാത്രം, അമ്പലത്തിലാണെങ്കിൽ അമ്പലത്തിന്റെ അതിന്റെ മാത്രം, അല്ലെങ്കിൽ ക്രൈസ്തവ പള്ളിയുടെ ഭാഗമാണെങ്കിൽ അവരുടെ മാത്രം, അങ്ങനെയാണോ അവതരിപ്പിക്കുന്നത്? ക്രിസ്തീയ പള്ളികളിലും മുസ്ലിം പള്ളികളിലും പോയി ഹിന്ദുക്കളുടെ ഈ പള്ളിക്കകത്തോ അമ്പലത്തിനകത്തോ ആരാധനയുടെ ഭാഗമായി മറ്റേതെങ്കിലും പാടാൻ ആരാധനയുടെ ഭാഗമായിട്ടല്ല, എന്തെങ്കിലും ഒരു പിന്നെ കലാരൂപങ്ങൾ ഹിന്ദുമതത്തിന്റെ വിശ്വാസ രീതി അനുസരിച്ചൊന്ന് ചെയ്യുന്ന അവതരിപ്പിക്കാനായിട്ട് ആർക്കെങ്കിലും കഴിയുമോ? കലാരൂപം പള്ളികളിലൊക്കെ പോയി അവതരിപ്പിക്കാനായിട്ട് അവർ സമ്മതിക്കും. നാടകം ഏത് മതത്തിന്റെ വിശ്വാസ രീതി അനുസരിച്ചുള്ള കലാരൂപം? നാടകവും അവരുടേതായ രീതിക്ക് മാത്രമാണ് അവരെ വിളിക്കുന്നതും അവരെ അവതരിപ്പിക്കുന്നതും ഒക്കെ. അല്ലാതെ ഹിന്ദുക്കളുടെ രീതിക്ക് അനുസരിച്ച് ഒരു പള്ളിയിലും അവർ സമ്മതിക്കത്തില്ല സാർ. ഇതൊക്കെ എല്ലാവർക്കും അറിയാവുന്നവരാ. പിന്നെ ചേർത്തലയിൽ എന്തായാലും പള്ളികളില്ലാത്ത നാടല്ല. ചേർത്തലയിൽ പള്ളികളൊക്കെ ഉള്ള നാടാണ്. ആ പള്ളികളുടെയൊക്കെ ഉത്സവത്തിന്റെ ഭാഗമായി അവിടെ നടക്കുന്ന കലാപരിപാടികൾ, ഈ ഗാനമേളയൊക്കെ പാടുമ്പോഴെല്ലാം ക്രൈസ്തവ ഭക്തിഗാനമാണോ ഗാനമേളയ്ക്ക് പാടുന്നത്? പിന്നെ അല്ലാതെ ഇല്ലെങ്കിൽ പോയിട്ടുണ്ടോ ഏതെങ്കിലും അങ്ങനെ ഒരു ഉത്സവത്തിന്? ഹിന്ദുവിന്റെ ഭക്തിഗാനം എന്തായാലും ഒരു പള്ളികളിലും പാടി ഞങ്ങൾ കേട്ടിട്ടില്ല. ഹിന്ദുവിന്റെ ഭക്തിഗാനം പിന്നെ തീർച്ചയായിട്ടും ആ പള്ളിയിൽ പള്ളികളിൽ ഉത്സവത്തിന്റെ ഭാഗമായി എല്ലാം ഭക്തിഗാനം മാത്രമേ ഉള്ളൂ? തീർച്ചയായിട്ടും അവരുടെ മതത്തിൻ്റെതായ രീതിക്കോ അല്ലെങ്കിൽ പിന്നെ സിനിമയിലുള്ള പിന്നെ മുസ്ലിമിന്റെ ആണെങ്കിലും ശരി, ക്രിസ്ത്യൻസിന്റെ ആണെങ്കിലും അതുപോലെയുള്ള ഭക്തിഗാനങ്ങളല്ലാതെ നമ്മുടെ ഹിന്ദുക്കളുടെ ഭക്തിഗാനങ്ങളൊന്നും പാടി ഞാൻ കേട്ടിട്ടില്ല സാർ. ഞാനുള്ളതാണ്. ഇല്ല ഒരിടത്തും അങ്ങനെ ഇല്ല, ഒരിടത്തും ഉണ്ടാകാൻ സാധ്യതയില്ല. സാറിനും ഒക്കെ അറിയാവുന്ന കാര്യം. സാറിനൊന്നും സമ്മതിക്കാൻ പറ്റത്തില്ലെന്നുള്ളത് എനിക്ക് സമ്മതിക്കാൻ. ഞാൻ ജീവിച്ചു വളരുന്ന പരിസരത്ത് ഹിന്ദുവും മുസ്ലിമും ക്രിസ്ത്യാനിയും എല്ലാവരും ഉണ്ട്. അവരുടെയൊക്കെ ഉത്സവത്തിൽ ഞങ്ങളെല്ലാവരും പങ്കെടുക്കുന്നതാണ്. അവിടെയൊക്കെ ആരാധനയുടെ ഭാഗമായി നടത്താറില്ല. പക്ഷെ അവിടെയൊക്കെ ഉത്സവമാണെങ്കിൽ ഉത്സവത്തിൽ പാടുന്ന പാട്ടും ഗാനമേളയ്ക്ക് വരുന്ന പാട്ടൊക്കെ ഏതെങ്കിലും ഒരു മതത്തിന്റെ പാട്ടും ഇല്ല. മതത്തിന്റെ മാത്രമേ അവര് നമ്മൾ ഹിന്ദുക്കള് എല്ലാരെയും ഉൾക്കൊള്ളുന്നത് പോലെ ഇവരാരും ഉൾക്കൊള്ളത്തില്ല സാർ. നമ്മൾ ഉൾക്കൊള്ളുന്നത് പോലെ ഹിന്ദുക്കൾ എന്ന് പറയുന്ന വ്യക്തികൾ ഉൾക്കൊള്ളുന്നത് പോലെ ഒരു മനുഷ്യരും അങ്ങനെ ഉൾക്കൊണ്ടുകൂടെ? ഹിന്ദുക്കളുടെ പാരമ്പര്യം അതാണെങ്കിൽ ഉൾക്കൊണ്ടുകൂടെ? അല്ല, അത് നമ്മൾ ഉൾക്കൊള്ളുന്നുണ്ട്. പക്ഷെ നമ്മളെ ഒരു പരിധി കഴിഞ്ഞാലുണ്ടല്ലോ. പരിധി ഏതാണ്? പരിധിയാ ഇപ്പം കടിക്കാത്ത പട്ടിയുടെ അണ്ണാക്കി കൈയിട്ടാ കടിക്കുമെന്ന് പറയത്തില്ല എന്നതാണ് ഇപ്പോഴത്തെ പരിധി. ഇപ്പൊ ഇങ്ങനെയാണെങ്കിൽ ഈ നന്ദഗോവിന്ദൻ ഭജൻസിനും അവസരം കിട്ടാതെ വരും. വലിയ അവരുടെ പാട്ട് കൊള്ളാമെങ്കിൽ ആളുകൾ അവരുടെ പാട്ടിനെ വിളിക്കും. അവരുടെ പാട്ട് ഇഷ്ടപ്പെട്ട ഇത്രയും കാലം അവരെ ഇഷ്ടപ്പെട്ട് വിളിച്ചവരുണ്ടെങ്കിൽ വിളിക്കും. ഈ ഇഷ്ടപ്പെട്ട് വിളിച്ചവർ തന്നെ ഇനി ഭാവിയിൽ അത് ഇല്ലാതെയാക്കാനും വലിയ താമസമില്ലെന്നാണ് ഞാൻ പറഞ്ഞത്. ഇങ്ങനെയാണ് പോക്കെങ്കിൽ
അങ്ങനെ ഇഷ്ടപ്പെട്ട് ആ തരത്തിൽ ഭക്തി കൊണ്ട് മതം കൊണ്ടാണ് നന്ദഗോവിന്ദൻ ഭജൻസിലെ പാട്ട് പാടുന്നവർ മതം കൊണ്ടല്ല, ഹിന്ദുക്കളാണ് മതം എന്നതുകൊണ്ടാണ് അവരെ കൊണ്ടല്ല. വിളിക്കുന്നതെങ്കിൽ അങ്ങനെയുള്ളവർ വിളിക്കാതിരിക്കലാണ് നല്ലത്. അത് അങ്ങനെ ആയിക്കോട്ടെ. ഓക്കെ, ശരി, ഓക്കെ. ശ്രീ ഷാജിയാണ് പത്തനംതിട്ടയിൽ നിന്നും. ശ്രീ ഷാജി, താങ്കൾക്ക് എന്ത് തോന്നുന്നു? ഒരു പള്ളിയിലോ അമ്പലത്തിലോ ഒക്കെ ഒരു ഉത്സവം നടക്കുകയാണെങ്കിൽ ഉത്സവത്തിന്റെ ഭാഗമായി വരുന്ന ആളുകൾ എല്ലാ മതക്കാരും വരും. ആ മതത്തിന് വരുമ്പോൾ അവിടെ പാട്ട് പാടുന്നതിന് ജാതിയും മതവും നോക്കണം എന്ന് പറഞ്ഞാൽ കഴിയുന്നുവോ? നമസ്കാരം കിരൺ സാറേ. നമസ്കാരം സാറേ, ഞാന് അമ്പലത്തില് ഉത്സവത്തിന് പോകാറുണ്ട്. ശിവരാത്രി അതുപോലുള്ള ഓരോ പരിപാടികൾക്ക് പല അമ്പലത്തിലും പോയിട്ടുണ്ട്. ക്രിസ്ത്യൻസിന്റെ ഹലോ കേൾക്കുന്നുണ്ടോ? കേൾക്കുന്നുണ്ട്. പുതിയ പള്ളികളിലൊക്കെ ഗാനമേള വരുമ്പോൾ അവിടെ പോകാറുണ്ട്. പിന്നെ അതുപോലെ തന്നെ സ്റ്റേഡിയത്തിലൊക്കെ ഞങ്ങൾക്ക് ഇവിടെ കോന്നിയിലൊക്കെ കയർമേള അതുങ്ങനെയുള്ളതായ പരിപാടികളൊക്കെ വരുമ്പോൾ അവിടെ ഗാനമേള വരുമ്പം 3 മതങ്ങളുടെ പാട്ടുകളാണ് അവിടെ ചെയ്യുന്നത്. ആദ്യം ഇവര് 3 മതങ്ങളുടെ പാട്ടും പാടും. ക്രിസ്ത്യൻസിന്റെയും പാടും, ഹിന്ദുക്കളുടെയും പാടും, മുസ്ലിമിന്റെയും പാടും. ഇവിടെ ഇതിനെപ്പറ്റി ഒരു പാട്ടിനെ പറ്റി പിന്നെ ഒരു രചന എഴുതിയ ഒരു പഴയൊരു പാട്ടാണ്. സാറിന് അറിയാവുന്ന ഒരു പാട്ട് തന്നെയാണ്. ദൈവമാണ് മനുഷ്യനെ സൃഷ്ടിച്ചത്, മനുഷ്യൻ മതങ്ങളെ സൃഷ്ടിച്ചു, മതങ്ങളാണ് ദൈവങ്ങളെ സൃഷ്ടിച്ചത്. മനുഷ്യരും മതങ്ങളും ചേർന്ന് മണ്ണുകൾ പങ്കുവെച്ചു. ഇത് പാടിയത് ദാസേട്ടനാണ്. ദാസേട്ടൻ ഈ പാട്ട് പാടിയ സമയത്ത് ഒരു ഷോയില് TV-കത്ത് ഞങ്ങൾ കണ്ടത്. അതുകൊണ്ടാണ് ഞാനും ഇത് കൂടി പറയുന്നത്. സുജാത ചേച്ചി ഇത് കണ്ടു, കരഞ്ഞു. ഞങ്ങളെല്ലാം ഇത് കണ്ടു കരഞ്ഞു. കാരണം എന്തുകൊണ്ടാ? അവിടെ മതം നോക്കാറില്ല. ഞാൻ ഈ ഒരു സംഭവം കൂടി പറഞ്ഞിട്ട് ഞാൻ നടത്തിയേക്കാം. ഞങ്ങള് ഓരോ ഹോസ്പിറ്റലില് ഒരുപാട് പാവപ്പെട്ടവരെ സഹായിക്കാറുണ്ട്. ഭക്ഷണം ഞങ്ങൾ കിടക്കയില് എഴുന്നേക്കാൻ വയ്യാത്ത, കയ്യും കാലും ഇല്ലാത്തവർക്ക് കൊടുക്കുന്നത്. ഞങ്ങൾ മതങ്ങൾ നോക്കാറില്ല. കയ്യും കാലും ഇല്ലാത്ത, അതായത് എഴുന്നേറ്റ് പോയി ഭക്ഷണം മേടിച്ച് കഴിക്കാൻ വയ്യാത്തവർക്ക് ഞങ്ങൾ ഭക്ഷണം കൊടുക്കുന്നത്. ഞങ്ങൾ മതം നോക്കിയിട്ടില്ല. അവിടെ ഹിന്ദുക്കളോ ക്രിസ്ത്യാനിയോ മുസ്ലിങ്ങളോ ഒന്നും ഞങ്ങൾ നോക്കാറില്ല. മൊത്തം പേർ ഞങ്ങൾ കൊടുക്കും. ഇന്നും അങ്ങനെ തന്നെ ഞങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഞങ്ങൾ മതങ്ങളെ കോവിഡ് വന്നപ്പോഴും ഒന്നും ഇവിടെ ഹിന്ദുവും മുസൽമാനും ക്രിസ്ത്യാനിയും ഒന്നും ഇല്ലായിരുന്നു. മനുഷ്യർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അന്ന് ഈ പറയുന്ന ആരാധനാലയങ്ങളിലൊന്നും പൂജയ്ക്കും മറ്റു കാര്യങ്ങൾക്കും ഏതായാലും അമ്പലമായാലും പള്ളിയായാലും അവിടെയൊന്നും ആരും ഇല്ലായിരുന്നു. എല്ലാവരും മനുഷ്യരായിരുന്നു. പക്ഷെ ഇപ്പൊ വീണ്ടും അത് എല്ലാം ദുഃഖങ്ങളെല്ലാം മാറി ജീവിതം സന്തോഷത്തിൽ വരുമ്പോഴാണല്ലോ വിഷവും പുറത്തേക്ക് വരുന്നത്. ഷാജിയാണ് കൊല്ലത്ത് നിന്ന്. ശ്രീ ഷാജി, കേരളീയ സമൂഹത്തിൽ നിന്നാണ് ഇങ്ങനെയൊക്കെ ചില അപശബ്ദങ്ങൾ ഉണ്ടാവുന്നത്. അത് ഈ നാട് ആ തരത്തിലേക്ക് മാറുന്നു എന്നതിന്റെ ഒരു അപകട സൂചന കൂടിയാണോ? നമസ്കാരം കിരൺഭായ്. നമസ്കാരം. അല്ലേ, ഞാൻ നേരത്തെ ഒരു മാഡം പറഞ്ഞതേ വളരെ കഷ്ടം തോന്നുന്നു കേട്ടോ. പിന്നെ ഇത് സോഷ്യൽ മീഡിയയിൽ ഇതുമായിട്ട് ബന്ധപ്പെട്ട് പലരും കമന്റ് ചെയ്യുമ്പോൾ അവരുടെയൊക്കെ പ്രൊഫൈൽ ഞാൻ സെർച്ച് ചെയ്യുമ്പോൾ അവരുടെയൊക്കെ രാഷ്ട്രീയം എങ്ങോട്ടാണ് ചെന്ന് നിൽക്കുന്നതെന്നൊക്കെ മനസ്സിലാവും. ഇത് നിർദോഷമായ ഒരു നിഷ്കളങ്കമായ ഒരു എതിർപ്പൊന്നും അല്ല ഇത്. എന്ന് പറയാം ഇങ്ങനെ പലരും അതിനകത്ത് താഴെയൊക്കെ വന്ന് ഈ നേരത്തെ ആ ജയശ്രീ മാഡം ചോദിച്ചതുപോലെ ഒരു പള്ളിയിൽ ഒരു ഹിന്ദു പാട്ട് പാടിയത് കാണിക്കാമോന്ന്. ഉടനെ പലരും അത് ഇട്ടേക്കുന്നു. പള്ളിക്കെട്ട് ശബരിമലയ്ക്ക് ഒരു ആണ്ട് നേർച്ച പരിപാടി ഗാനമേളയിലൊക്കെ അത് കണക്ക് തന്നെ ഒരു പള്ളി പെരുന്നാളിന് ഇട്ടേക്കുന്ന വീഡിയോ ഉൾപ്പെടെ ഇട്ടേക്കുന്നത്. ഞാൻ അവരുടെയൊക്കെ പ്രൊഫൈലിലേക്ക് അതിന്റെ ലിങ്ക് ഇട്ട് കൊടുത്തു. ഇപ്പൊ ഇത്തരത്തിൽ അന്ധമായിട്ട് ഇപ്പൊ ഈ ഘട്ടകാലത്ത് ഇവരുടെയൊക്കെ ഉദ്ദേശം എന്ന് പറയാൻ എങ്ങനെങ്കിലും ഒരു വർഗീയതകളെ ഉണ്ടാക്കുക. അവരുടെയൊക്കെ ഉദ്ദേശം എന്ന് പറയാൻ ഹിന്ദുക്കളും ക്രിസ്ത്യാനികളും മുസ്ലിങ്ങളും ഒക്കെ കോളനി പോലെ താമസിക്കുക. ഹിന്ദു ഡോക്ടറെ കാണുക, മുസ്ലിം ഡോക്ടറെ കാണുക. ആ ഒരു അവസ്ഥയിലേക്ക് വടക്കേ ഇന്ത്യയിലെ പോലെ കേരളത്തെ കൊണ്ട് എത്തിക്കുക. ഇത് അത്തരത്തിലുള്ളൊരു ആസൂത്രിതമായ നീക്കമാണ്. അങ്ങനെയാണെങ്കിലേ ഇവരുടെ രാഷ്ട്രീയം ഇവിടെ വിളയത്തോളൂ എന്നുള്ള ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇത് ആസൂത്രിതമായിട്ടുള്ള ഒരു ശ്രമമാണ് ഇവിടെ നടക്കുന്നത്. അതുപോലെ തന്നെ നേരത്തെ താങ്കൾ പറഞ്ഞതുപോലെ അണ്ണാക്കി വരെ വെള്ളം കയറിയപ്പോഴും അതുപോലെ തന്നെ ഇവിടെ കോവിഡ് വന്ന് ചത്ത് മലന്നപ്പോഴും ഒരുത്തന്റെ ജാതിയും മതവും ഒന്നും ചോദിച്ചില്ല. മതിലിന്റെ മേളിൽ പട്ടിക്ക് കൊടുക്കുന്നതൊക്കെ ഭക്ഷണം കൊണ്ട് ഞാനും കഴിച്ചവനാ. ഗൾഫിൽ നിന്ന് വന്നപ്പോ ഇവിടെ വന്ന് പിന്നെ ക്വാറന്റൈനിൽ ഇരുന്നപ്പോ കൊണ്ടുവന്ന് ഇങ്ങനെ മതിലിന്റെ മേളിൽ വെച്ചു കൊടുത്തിട്ട് ഓടുകയായിരുന്നു. അന്ന് ഒരുത്തന്റെ ജാതിയും മതവും ഒന്നും തിരക്കില്ല. ഈ ജയശ്രീ മാഡമൊക്കെ തല തിരിഞ്ഞാണ് നടക്കുന്നതെന്ന് പറയേണ്ടി വരുന്നു. ഇതുപോലുള്ള മനുഷ്യർ ഒരുപാട് മോശപ്പെട്ട മാനസികാവസ്ഥ ഉള്ളവരുണ്ട്. ഇവരൊക്കെ ചായം പൂശി നടക്കുന്നതെന്ന് പറയുന്നത് കാപട്യത്തിന്റെ മൃഗീയതയുടെ ഉദാഹരണങ്ങളാണ്. ഈ ഫേസ്ബുക്കിലൂടെയൊക്കെ അവരെഴുതിയിരിക്കുന്നവരെ കമന്റുകളൊക്കെ വായിക്കണം. വളരെ കഷ്ടം തോന്നുന്നു.
ഇവർ മനുഷ്യഗണത്തിൽ പെടുന്നതാണോ എന്ന് ചോദിക്കേണ്ടി വരുന്നു. ഇവർ എപ്പോഴെങ്കിലും ഒരു നല്ല വാക്ക്, ഈ ശശികല ടീച്ചർ ഒക്കെ ഉൾപ്പെടെ ഏതെങ്കിലും ഒരു നല്ല വാക്ക് ഈ ജനസമൂഹത്തിന് നല്ലതായി ജീവിക്കൂ, സ്നേഹത്തോടെ ജീവിക്കൂ, നല്ല വാക്ക് എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? കുത്തിത്തിരിപ്പും ഇത്തരത്തിലുള്ള വർഗീയ വിഷവും അല്ലാതെ അപ്പോൾ ഇതൊക്കെ അവസാനം എവിടേക്കാണ് ചെന്ന് നിൽക്കുന്നത്? ഇവരുടെ പ്രൊഫൈൽ പരിശോധിച്ചാൽ മനസ്സിലാവും. എനിക്ക് രാഷ്ട്രീയമുണ്ട്, ഞാൻ രാഷ്ട്രീയം പറയാണോ ധരിക്കരുത്. ഞാൻ ഇതെല്ലാം പ്രൊഫൈൽ സെർച്ച് ചെയ്തപ്പോൾ ഇവരുടെയൊക്കെ രാഷ്ട്രീയം എങ്ങോട്ടാണ് ചെന്ന് നിൽക്കുന്നത്, അവരുടെ ഉദ്ദേശം എന്താണ്? ഇതൊന്നും നിഷ്കളങ്കമായ ഒരു എതിർപ്പല്ല, ഇത് വളരെ ആസൂത്രിതമാണ്. അതുകൊണ്ട് ഈ മനുഷ്യഗുണം മനസ്സിലുള്ളവര്, കുലത്തിൽ ജനിച്ചവര്, മനുഷ്യന്റെ എന്തെങ്കിലും അവശേഷിക്കുന്നുള്ളവര് ഇതിനെ എതിർക്കേണ്ടതാണ്. പാട്ടാരോ പാടിക്കോട്ടെ, എന്തോ പാടിക്കോട്ടെ. ശരി, താങ്കളുടെ അഭിപ്രായം വളരെ വ്യക്തമാണ്. ശ്രീ വിജയനാണ് ഒറ്റപ്പാലത്ത് നിന്നും. ശ്രീ വിജയൻ, ഒരു ക്ഷേത്രോത്സവത്തിന്റെ ഭാഗമായി ഒരു ക്രൈസ്തവ ഭക്തിഗാനം പാടിയതിന്റെ പേരിൽ അതിനെയൊക്കെ പരസ്യമായി വിമർശിക്കാൻ ഒരു ലേശം നാണം തോന്നേണ്ടതാണ് മനുഷ്യർക്ക്. അത് തോന്നാത്ത ആളുകൾ കൂടി ഉണ്ട് നമ്മുടെ ഇടയിൽ എന്ന് പറയേണ്ടി വരുന്നു. സാറേ, അത് ഇതെന്താ പ്രശ്നം എന്ന് പറയാ, ഇത് ഗാനമേള അല്ലല്ലോ. ഗാനമേളയാണെങ്കിലല്ലേ നമ്മള് അത് ഹിന്ദു പാട്ട്, മുസ്ലിം പാട്ട്, ക്രിസ്ത്യൻ പാട്ട് എന്ന് പാടാൻ പറ്റുള്ളൂ. ഇത് ഗാനമേള അല്ല, ഭജൻസ് അല്ലേ. അപ്പൊ ഭജൻസ് പറയുമ്പോൾ നമ്മൾ ക്ഷേത്രത്തിൽ പോകുമ്പോൾ ഭജൻസ് അല്ലേ പാടേണ്ടത്, അല്ലാതെ മറ്റേ ക്രിസ്ത്യൻ പാട്ട് മറ്റേതല്ലല്ലോ പാടേണ്ടത്. അതാണ് മറ്റേ മേഡം പറഞ്ഞത്. ശ്രീ വിജയൻ, ഒരു സംശയം. ഈ ക്ഷേത്രത്തിന്റെ ഭാരവാഹികൾ തന്നെ വളരെ കൃത്യമായി പറഞ്ഞിട്ടുണ്ട്, ഞങ്ങളുടെ നാട്ടിൽ ഞങ്ങൾ ക്രിസ്ത്യാനികളും ഹിന്ദുക്കളും എല്ലാം ഒരുമിച്ചാണ് ജീവിക്കുന്നത്. അവിടെ ഈ ഉത്സവത്തിന് വേണ്ടിയുള്ള സൗകര്യങ്ങൾ ഒരുക്കുന്ന തന്നെ പള്ളിയുടെ ഗ്രൗണ്ടിലടക്കം സൗകര്യങ്ങൾ ഒരുക്കുന്നവരാണ്. ഞങ്ങൾ പരമ്പരാഗതമായി അങ്ങനെ ജീവിക്കുന്നവരാണ്. അങ്ങനെ ഒരു സ്ഥലത്ത് ഞങ്ങളുടെ കൂടി ആവശ്യപ്രകാരമാണ് അവിടെ ഒരു ക്രൈസ്തവ ഭക്തിഗാനം പാടണമെന്ന് പറഞ്ഞു. ആ കേട്ടിരുന്ന ഒരാളിനും ഒരു കുഴപ്പവും ഉണ്ടായില്ല. അവർക്കെല്ലാം സന്തോഷമാണ്. ഒരു അമ്പലത്തിലൊരു ഉത്സവം നടന്നാൽ അല്ലെങ്കിൽ പള്ളിയിൽ ഒരു ആഘോഷം നടന്നാൽ അതിൽ ആരാധനയിൽ പങ്കെടുക്കുന്നത് വിശ്വാസികളായിരിക്കും. പക്ഷേ ഉത്സവത്തിൽ പങ്കെടുക്കുന്നത് വിശ്വാസികൾ മാത്രമല്ല, ആ നാട്ടുകാരെല്ലാവരും പങ്കെടുക്കും. അവിടെ ഒരു പാട്ട് പാടിയോണ്ട് എന്താണ്? ഈ അമ്പലങ്ങളിലെല്ലാം പാടുന്ന പാട്ട് താങ്കൾ എത്ര കേട്ടിട്ടുണ്ടാവും? ഈ സിനിമ പാട്ട്, ഡിസ്കോ ഡാൻസിന്റെ പാട്ടുകൾ വരെ പാടില്ലേ? പിന്നെ ഒരു ഭക്തിഗാനം പാടിയോണ്ട് എന്ത് സംഭവിക്കാനാണ്? അല്ലെ സാറേ, ഞാൻ അതല്ലേ പറയണത്, ഇത് ഭജൻസ് ആണ്, ഭക്തിഗാനമേള അല്ല. ഭക്തിഗാനമാണെങ്കിൽ അവിടെ ഏത് മതത്തിന്റെയും പാടുന്നതിന് നമുക്ക് എതിർപ്പില്ല. പക്ഷെ ഇത് ഭജൻസ് അല്ലേ, അതുകൊണ്ടാണ് മേഡം അങ്ങനെ പറയാൻ കാരണം. നമ്മൾ ആലോചിച്ച് നോക്കുക, ഒരു ഭജൻസ് നടത്തുമ്പോൾ ഭജൻസ് എന്ന് പറയുമ്പോൾ ഹിന്ദു ഭജൻസ് അല്ലേ നടത്തേണ്ടത്? അവിടെ ഒരു ക്രിസ്ത്യൻ ഭജൻസ് അല്ലല്ലോ നടത്തേണ്ടത്. അതിനെയാണ് ആ മേഡം എതിർത്ത് സംസാരിച്ചത്. അല്ലാതെ നമ്മള് വേറൊരു മതവികാരം ഇളക്കി വിടാൻ വേണ്ടിട്ടോ അല്ലെങ്കിൽ നാളെ ഇനി പാട്ട് പാടുന്നവരും ഹിന്ദുക്കൾ തന്നെ വേണം എന്നൊക്കെ പറയുമോ? അല്ല, ഭജൻസ് വേറെ. സാറിന് എന്ത് ഭജൻസ് എന്താണോ മറ്റേ ഗാനമേള എന്താണെന്ന് തിരിച്ചറിയില്ലേ? ഞാൻ ആദ്യം തുടക്കത്തിൽ വളരെ കൃത്യമായ ഒരു കാര്യം പറഞ്ഞിരുന്നു. ഹിന്ദിയിൽ ഉണ്ടായിരുന്ന ഇപ്പോഴും ഏറ്റവും പ്രശസ്തമായ ഒരു ഭജൻ, മൻ തട്പട്ട് ദർശൻ ഗോ ആജൻ തുടങ്ങുന്ന ഭജൻ. ഈ ഭജൻ രൂപപ്പെടുത്തി എഴുതിയ ആളോ അല്ലെങ്കിൽ ഈ ഭജൻ സംഗീതം നൽകിയ ആളോ ഈ ഭജൻ പാടിയ ആളോ ഇവരാരും ഹിന്ദുക്കളല്ല. ഇവരാരും ഹിന്ദു മതവിശ്വാസികളല്ല. ഇവരെല്ലാം ഇസ്ലാം മതവിശ്വാസികളായ ആളുകളാണ് ചെയ്തത്. ഇന്നും ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ, ഉത്തരേന്ത്യയിലടക്കം ഏറ്റവും കൂടുതൽ ആളുകൾ, കേരളത്തിലടക്കം ഏറ്റവും കൂടുതൽ ആളുകളുടെ മനസ്സിൽ തങ്ങി നിൽക്കുന്ന ഭജനാണ്. അപ്പോൾ അവിടെ ഒന്നും ആരും ഇതുവരെ ഭജൻ പാടിയത് അതൊരു ഹിന്ദു വിശ്വാസി അല്ല എന്ന് ആരും കണ്ടിട്ടില്ല. മുഹമ്മദ് റാഫിയുടെ എത്രയെങ്കിലും ഭജൻസ് ഇന്ത്യയിലെ ഹിന്ദുക്കൾ ആവർത്തിച്ചു പാടുന്നു, ക്ഷേത്രങ്ങളിൽ അതെല്ലാം കേൾപ്പിക്കുന്നു. അവിടെയൊന്നും ആർക്കും മതവും ജാതിയും തോന്നിയിട്ടില്ല. പിന്നെ ഇവിടെ മാത്രം എന്താണ്, ഒരു ക്രൈസ്തവ ഭക്തിഗാനമാണ് പാടിയത്, അല്ലാതെ അവിടെ മറ്റ് ഏതെങ്കിലും പാട്ടൊന്നുമല്ല പാടിയത്. ഒരു ഭക്തിഗാനം പാടി. എല്ലാ ദൈവത്തെയും ഒന്നായി കാണുന്ന സങ്കല്പമല്ലേ ഉള്ളത് ഹിന്ദു മതത്തിന്. അവിടെ എവിടെയാണ് ഒരു ക്രൈസ്തവ ഭക്തിഗാനം പാടുമ്പോൾ എന്ത് വികാരമാണ് വ്രണപ്പെടുന്നത്? അത് ഓരോ സ്ഥലത്തിനനുസരിച്ചിട്ടാണെങ്കിൽ ശബരിമലയിലെ ഹിന്ദു, മുസ്ലിം, ക്രിസ്ത്യൻ എല്ലാവരും കയറുന്നുണ്ട്. അതുപോലെ എല്ലാ അമ്പലത്തിലും അങ്ങനെ കയറുന്നില്ലല്ലോ. ഗുരുവായൂർ ആരും ഹിന്ദുക്കൾ ഒഴികെ വേറെ ആരും. ഓരോ സ്ഥലത്തിനനുസരിച്ച് നമ്മൾ ഭക്തിഗാനം പാടാം, മറ്റേ മുസ്ലിം ഗാനം പാടാം, ക്രിസ്ത്യൻ ഗാനം പാടാം. അത് ഇപ്പം മറ്റേ സ്ഥലങ്ങളിലുള്ള ആൾക്കാർക്ക് അത് ഇഷ്ടപ്പെട്ടൊന്നുമല്ല. അതാണ് ഓരോരുത്തരും ഓരോ സ്ഥലത്ത് വെച്ചിട്ട് അതിൻ്റെതായ അഭിപ്രായങ്ങളും അതിനെ എതിർക്കണം ചെയ്യുന്നത്. ഇപ്പൊ എന്റെ വീടിന്റെ അടുത്ത് ഹിന്ദു ഏരിയയാണ്. അതിൽ ഫുള്ള് ഹിന്ദുക്കളുടെ ഭക്തിഗാനങ്ങൾ നടക്കാറുള്ളൂ അമ്പലങ്ങളിൽ. അത് വിചാരിച്ച് മറ്റേ അമ്പലങ്ങളിൽ അതുപോലെ വേണമെന്ന് വിചാരിച്ചാൽ നടക്കുന്ന കാര്യമല്ല. ഓരോ ഏരിയയിലനുസരിച്ച് മതസൗഹാർദ്ദം അനുസരിച്ച് ചെയ്യേണ്ടതാണ്. അതിപ്പോ മേഡത്തിന് ഇതുകൊണ്ടായിരിക്കാം, ഭജനയാകൊണ്ടായിരിക്കാം മാറ്റി പാടിയതുകൊണ്ടാവും ദേഷ്യമൊന്നുണ്ടാവുക. അതാണ് എനിക്ക് പറയാനുള്ളത്.
ശരി, ഈ ഭജൻസ് എന്ന് പറയുന്നത് ഏതെങ്കിലും ഒരു മതത്തിൻ്റെ മാത്രം സ്വന്തമല്ല എന്നതുകൂടി താങ്കൾ തിരിച്ചറിയുക. ഭജൻസ് എല്ലാ മതത്തിൻ്റെയും അത്തരം പാട്ടുകൾ ഉണ്ട് ഇന്ത്യയിലാകമാനം. ശ്രീ ഉമേഷാണ് കോഴിക്കോടും. ശ്രീ ഉമേഷ്, താങ്കൾ എന്താണ് കരുതുന്നത്? ഈ കേരളീയ സമൂഹത്തിൽ വന്ന് ഒരു പാട്ട് പാടിയതിൻ്റെ പേരിൽ അതിനെതിരെ വർഗീയത കണ്ടെത്തുന്ന ആളുകളോട് എന്ത് മറുപടിയാണ് പറയാനുള്ളത്? നമസ്കാരം കിരൺജി. നമസ്കാരം. പക്ഷെ എനിക്ക് ജാതിയോ മതത്തോടോ ഒന്നിനോടും ഒരു താല്പര്യമില്ല. മനുഷ്യനെ മനുഷ്യരായി കാണുക എന്നുള്ള ഒരു വ്യക്തിത്വത്തിന് ഉടമയാണ്. പക്ഷെ ഞാൻ മുൻകാലഘട്ടത്തിലൊക്കെ ഞാനും ഈ ഭജനമൊക്കെ പാടാൻ പോയാളോ. ഈ മണ്ഡല കാലങ്ങളിലൊക്കെ ഒരുപാട് ഭജനങ്ങൾ പാടാൻ ഞാൻ പല സ്ഥലങ്ങളിലും പോയിട്ടുണ്ട്. ഞാൻ മാത്രമല്ല, ഞാൻ എൻ്റെ കൂട്ടുകാരല്ല. പക്ഷെ അവിടെ ഒന്നും ഇത് എന്ന് പറഞ്ഞ് വചനം പാടാൻ പോയാൽ നമ്മളവിടെ പോയിട്ടൊരു ക്രിസ്തീയ ഭക്തിഗാനമോ അല്ലെങ്കിൽ മറ്റേ മുസ്ലിം ഭക്തിഗാനമോ അങ്ങനെയുള്ള പാട്ടുകളൊന്നും പാടില്ല. നമ്മളേതായ പാട്ടുകളെ പാടുള്ളൂ. ഇത് നമ്മള് ഇത്തരം ഭജനം പാടുമ്പോ വർഗീയവൽക്കരിക്കാൻ വേണ്ടി പറയല്ല. ഇത് മറ്റുള്ളവർക്ക് ഇടപെടാൻ നമ്മളൊരു അവസരം ഉണ്ടാക്കി കൊടുക്കരുതെന്നാണ് പറയുന്നത്. ഇത് മറ്റുള്ളവരുടെ മുന്നിൽ ഇടപെടാനുള്ള ഒരു അവസരം ഉണ്ടാക്കി കൊടുക്കരുത്. ഇതിപ്പോ ക്രിസ്തീയമായുള്ള ഭക്തിഗാനം പാടുന്നിടത്തൊന്നും ഹിന്ദുക്കള് ഗാനമൊന്നും ആരും പാടില്ല. അതേപോലെ തന്നെ മുസ്ലിമിന്റെ ഇതേപോലെയുള്ള ചടങ്ങുകളിലൊന്നും ഹിന്ദു പാട്ടോ അതേപോലെ തന്നെ എന്താ പറയാ. ശ്രീ ഉമേഷ്, എൻ്റെ സംശയം, അങ്ങനെ ഒരു പാട്ട് പാടിയത് കൊണ്ട് എന്താണ് കുഴപ്പം? കേരളത്തിലെ ഈ ഭക്തിഗാനങ്ങളൊക്കെ പാടുന്ന ആളുകൾ, അല്ലെങ്കിൽ അത് എഴുതിയ ആളുകൾ, സംഗീതം നൽകിയ ആളുകൾ, അതിൽ അഭിനയിച്ച ആളുകൾ, അവരെല്ലാവരും ആ മതത്തിൽപ്പെടുന്ന ആളുകളൊന്നും അല്ലല്ലോ. കേരളത്തിൽ അങ്ങനെ ഏത് മതത്തിൻ്റെ ആരും ഉദാഹരണം കാണിക്കാൻ എത്രയെങ്കിലും പാട്ടുകളുണ്ട്, എത്രയെങ്കിലും കലാരൂപങ്ങളുണ്ട്. പിന്നെ എന്തിനാണ് ഇതിനെ ഇങ്ങനെ അനാവശ്യമായ ഒരു വർഗീയത ഇപ്പോൾ കലർത്തുന്നത്? അതാണ് ഞാൻ പറഞ്ഞത്. ഇന്ന് നമ്മുടെ നാട്ടിൽ കൂടുതലായി കണ്ടുവരുന്ന ഒരു പ്രവണത എന്തിനെ വർഗീയവൽക്കുക. അതിനൊരു എന്താ പറയാ, അത്തരക്കാർക്ക് നമ്മളൊരു ഇടം നൽകാതിരിക്കാനെങ്കിലും മതി. അല്ല, അതല്ലേ വേണ്ടത്. അത്തരക്കാരെ നോക്കിയിട്ട് നിങ്ങൾ ഈ സമൂഹത്തിന് യോജിച്ച മനുഷ്യരല്ല എന്ന് പറയുകയല്ലേ വേണ്ടത്? അല്ല, ഞാൻ പറയുന്നത്, ഞാൻ ഇതിനു മുമ്പ് പലരും പറഞ്ഞതാണ്. ഇതിന്റെ ഒരു യാഥാർത്ഥ്യം ഈ ഒരു ലൈനിലാണ് പോവാറ്. ഞാൻ പറഞ്ഞത് ഞാനും ഭജനം പാടാൻ ഒക്കെ പോയി. ഞാനൊരു ഉദാഹരണം പറഞ്ഞുതരാം. ധ്വനി എന്ന ഒരു സിനിമയില്ലേ, ധ്വനി എന്ന സിനിമയില് അതിൻ്റെ അതിൽ രാമ എന്നുള്ള ഒരു പാട്ടുണ്ട്. കഥന നിദാനം എന്നുള്ള പാട്ട് കിരൺജി പറഞ്ഞ ഏത് ഭാഷയിലാ പാട്ട്? കേട്ടില്ല. ഹലോ, ഞാനിപ്പോ പാടിയ പാട്ട് ഏത് ഭാഷയിലാ? ഏത് ഭാഷയിലാണെന്നോ? ഏത് ഭാഷയിൽ രചിച്ച പാട്ടത്? അതെനിക്ക് കൃത്യമായി പാട്ടിനെ കുറിച്ച് എനിക്ക് അത്ര ആധികാരികമായ അറിവില്ല. അതാണ് ആ പാട്ട് എന്ന് പറഞ്ഞാല് സംസ്കൃത ഭാഷയിലാണ്, പൂർണ്ണമായും മലയാള സിനിമയിലാണ് പൂർണ്ണമായും സംസ്കൃത ഭാഷയിൽ രചിച്ചിരിക്കുന്ന ഒരു പാട്ടാണ്. ആരാ ആ പാട്ട് രചിച്ചിരിക്കുന്നതെന്ന് അറിയാമോ? യൂസഫ് അലി കച്ചേരിയുടെ അല്ലേ? യൂസഫ് അലി കച്ചേരി. അദ്ദേഹമാണ്. നമ്മള് ചിന്തിക്കും, ഒരു എന്താ അങ്ങനെ പറയാലോ, ഒരു ഇസ്ലാം മത വിഭാഗത്തിൽപ്പെട്ട ഒരാളാണെങ്കിൽ സംസ്കൃത ഭാഷയിൽ, പൂർണ്ണമായും സംസ്കൃത ഭാഷയിലാണ് ആ ഗാനം. ഒട്ടേറെ ഹിന്ദു ഭക്തി, കേരളത്തിലെ നമ്മൾ പാടുന്ന ഹിന്ദു ഭക്തി ഗാനങ്ങളിൽ നല്ലൊരു പ്രധാനപ്പെട്ട പല പാട്ടുകളും രചിച്ചത് യൂസഫ് അലി കച്ചേരിയാണ്. അദ്ദേഹത്തിൻ്റെതായ നിരവധി ഹിന്ദു ഭക്തി ഗാനങ്ങളുണ്ട്. ഞാനതാ പറഞ്ഞത്, ഇന്ത്യയിലെ അതിപ്രശസ്തമായ പല ഹിന്ദു ഭജൻസും പാടിയിരിക്കുന്നത് മുഹമ്മദ് റഫിയാണ്, സംഗീതം നൽകിയിരിക്കുന്നത് നൗഷാദാണ്. അതൊക്കെ ഇന്ത്യയുടെ ഭാഗമാണ്. അവരാരും അങ്ങനെ മതം നോക്കി, ഇപ്പൊ യേശുദാസിന്റെ പാട്ട് കേട്ട് ഉറങ്ങുന്ന ആളുകളൊക്കെ ചിലപ്പോൾ നാളെ പറയുമല്ലോ, ഇനി അത് അവിടെ യേശുദാസ് പാടണ്ട, ഒരു അയ്യപ്പ വിശ്വാസി അല്ലെങ്കിൽ ഹിന്ദു വിശ്വാസി വന്ന് പാടിയാൽ മതി എന്നൊക്കെ പറഞ്ഞാൽ തീർന്നില്ലേ? ഇല്ല, അതിനോടൊന്നും താല്പര്യമുള്ള ഒരു കക്ഷിയല്ല ഞാൻ. ഞാനിപ്പോ കിരൺജീനോട് പറഞ്ഞല്ലോ, മുൻകാലഘട്ടത്തിൽ ഭജനമൊക്കെ പാടാൻ പോയ ഒരാളെന്ന നിലയിൽ ഇത്തരം സംഭവങ്ങൾ ഉണ്ടാവാറില്ല. പക്ഷെ ഇതിന് ഒരു എന്താ പറയാ, ഇത്തരം ആൾക്കാർക്ക് ഇടപെടാനുള്ള ഒരു സാഹചര്യം ഇങ്ങനെ ശ്രീ രഘുവാണ് കൊല്ലത്തുനിന്ന്. ശ്രീ രഘു, താങ്കൾക്ക് എന്താണ് ഈ വിഷയത്തിൽ പറയാനുള്ളത്? നമസ്കാരം സർ. നമസ്കാരം. എനിക്ക് അതിനെ പറ്റി പറയാനുള്ളത് നമ്മുടെ നന്ദഗോവിന്ദം ഭജൻ ടീമിനോടാണ്. അവരെ ഈ അടുത്ത കാലത്തായിട്ട് വളരെ ഭക്തിഭാവം വളരെ കാണുന്ന രീതിയിൽ ഭജൻസ് കീർത്തനങ്ങൾ പാടി അനേകായിരം ആൾക്കാരുടെ മനസ്സിലുള്ള ഭക്തിഭാവം ഉണർത്തിവിട്ട ആൾക്കാരാണ്. അവർക്ക് പഴയ രീതിയൊക്കെ വിട്ട് അവർ പുതിയ കാലത്തിന്റെ രീതി അനുസരിച്ച് ആ താളത്തിനുമൊക്കെയാണ്
ഈ ഭജൻസ് അങ്ങനെയാണെങ്കിൽ വേണമെങ്കിൽ അവർക്ക് അതും പറയാം. നിങ്ങൾ ഇവർ പാടുന്നത് അല്ല യഥാർത്ഥ ഭജൻ പാടുന്ന രീതി, അത് ഇതൊരു ഉത്സവത്തിനൊക്കെ പാട്ട് പാടുന്ന ഒരു ആഘോഷത്തിന് പാടുന്ന പോലെയാണ് പാടുന്നതൊക്കെ വേണമെങ്കിൽ പറയാം. വേണമെങ്കിൽ സാർ അവരങ്ങനെയാണല്ലോ പാടുന്നത്. അതിന്റെ ഈണം മാറ്റിക്കൊണ്ടൊന്നും കാര്യമില്ല. അവർ ക്രിസ്തീയ ഭക്തിഗാനമാണ് പാടുന്നത്. നമുക്കിപ്പോ ക്രിസ്തീയ ഭക്തിഗാനം പാടാൻ പറ്റില്ലെന്നല്ല, നമുക്കൊക്കെ ക്രിസ്തീയ ഭക്തിഗാനങ്ങൾ വളരെ ഇഷ്ടമാണ്. എനിക്ക് തന്നെ ഞാൻ പള്ളി പോയിട്ടുള്ള ഞാൻ ഒരു ഹിന്ദുവാണ്. അപ്പൊ ക്രിസ്തീയ ഭക്തിഗാനം മോശമാണല്ല, പക്ഷെ അതിന്റെ വേദി അതല്ല. ആ വേദി അതല്ല, അവതരിപ്പിക്കുന്ന ടീമും അവരല്ല. അവരെങ്ങനെ ചെയ്ത് അവരുടെ ഭാഗത്ത് നിന്ന് വന്ന ഒരു സംഘാടകർ ആവശ്യപ്പെട്ടിട്ട് പാടിയതാണ് ശ്രീ രഘു. അത് ഞാൻ വിശ്വസിക്കുന്നില്ല. അവരൗദ്യോഗികമായി പറയുന്നത് ഞാൻ വിശ്വസിക്കുന്നില്ല. അല്ല, താങ്കൾ വിശ്വസിച്ചില്ലെങ്കിലും ആ അമ്പല കമ്മിറ്റിക്കാർ ഔദ്യോഗികമായി അവരുടെ വാർത്താക്കുറിപ്പ് പുറത്തുവിട്ടിട്ടുണ്ട്. അല്ല, അവർ വാർത്താക്കുറിപ്പൊക്കെ പുറത്തുവിടാനൊക്കെ ഒരു ടീം ആയത് ഇവിടുത്തെ ഈ കീർത്തനം ഇഷ്ടപ്പെടുന്ന ഭക്തി തന്ത്രമായ ഇവരുടെ കീർത്തനം ഇഷ്ടപ്പെടുന്ന ലക്ഷക്കണക്കിന് ഹിന്ദുക്കളാണ് അവരെ ഈ നിലയിലാക്കിയത്. അവരെ പിന്നാണ് അവരെ പ്രതികരണ വാർത്താക്കുറിപ്പൊക്കെ ആയിട്ട് വന്നത്. അത് അവർക്ക് ഓർക്കണമെന്ന് വിനയപൂർവ്വം നന്ദഗോവിന്ദം ടീമിനോട് എനിക്കൊരു അഭ്യർത്ഥനയുണ്ട്. ഹിന്ദുക്കളാണാക്കിയത് ക്രിസ്ത്യാനികളാണെന്നാക്കിയെന്നൊക്കെ പറയുന്നതിൽ എന്ത് കാര്യം? ഓരോരുത്തർക്കും അവരുടെ പാട്ട് ഇഷ്ടപ്പെടുന്ന ആളുകളുണ്ടെങ്കിൽ പാട്ട് കേൾക്കും. അവതരിപ്പിക്കുന്ന ടീംസും അല്ല, മറ്റ് സംസാരിച്ച ഒരു ശ്രീ രഘു, അത് ഭജൻസ് അല്ലേ? അല്ലല്ല, ഒരു സംശയം ചോദിച്ചോട്ടെ. ഇതേ ഹിന്ദു മതത്തിൽപ്പെടുന്ന വേടൻ പാട്ട് പാടിയപ്പോൾ വേടനെ അമ്പലപ്പറമ്പിൽ കയറ്റരുത് എന്ന് ആഹ്വാനം ചെയ്തതും ഇതേ ആള് തന്നെയല്ലേ? ആള് തന്നെയല്ലേ? സാർ ഇപ്പൊ പറഞ്ഞത് വളരെ നല്ലൊരു ഉദാഹരണമാണ്. വേടൻ എന്ന് പറയുന്ന ഒരു ഗായകൻ വന്നിട്ട് ഇവിടെ എല്ലാ ആൾക്കാരെയും പ്രത്യേകിച്ച് ചെറുപ്പക്കാരെ കയ്യിലെടുത്ത് ആയിരക്കണക്കിന് പതിനായിരക്കണക്കിന് വേണമെങ്കിൽ ലക്ഷക്കണക്കിന് പ്രേക്ഷകരെ കയ്യിലെടുത്ത് പാട്ടുപാടി തകർത്തുകൊണ്ടിരുന്നപ്പോൾ അതായത് സഭ്യമല്ലാത്ത വാക്കുകൾ ഉപയോഗിച്ചിട്ടാണ് അദ്ദേഹം പാടിയിട്ടുള്ളത്. ആ ഒരു സമയത്ത് രംഗത്ത് വന്ന് വളരെ ഭക്തിപൂർവ്വമുള്ള മനുഷ്യന്റെ മനസ്സിൽ ഭക്തിസാന്ദ്രമായ ഒരു വികാരം ഉണർത്തിയ പാട്ടുപാടിയ ഈ നന്ദഗോവിന്ദം ടീംസിനോട് നമുക്ക് നന്ദിയുണ്ട്. പക്ഷെ അവര് താങ്കൾക്ക് മനസ്സിലായില്ലെന്ന് തോന്നുന്നു. ഞാൻ ചോദിച്ചത് ഇതേ ഹിന്ദുമത വികാരം വരുന്നവർ തന്നെയല്ലേ വേടൻ ഒരു ദളിതനായതുകൊണ്ട് ആ വേടൻ കേരളത്തിലെ ജാതി വ്യവസ്ഥക്കെതിരെ അതിശക്തമായി ശബ്ദിക്കുന്നത് കൊണ്ട് ആ വേടന്റെ പാട്ടുകൾ പാടരുത്. വേടനെ വിളിച്ചത് ഒരു തെറിയാണ് വിളിച്ചത്. ഈ സ്ത്രീ ഒരു തെറിയാണ് വിളിച്ചത്. ആ വേടനെ അങ്ങനെ ആ തരത്തിലേക്ക് ഇപ്പോൾ പറയുന്നത്. അപ്പോൾ വേടന്റെ കാര്യത്തിൽ ഒരു ന്യായം വിട്ടു സാർ. ജാതി ചിന്ത വേടനെ ജാതിയുടെ പേരിൽ ഇങ്ങനെ മാറ്റി നിർത്തി എന്നൊക്കെ പറയുന്നത് വെറും പ്രചരണം മാത്രമാണ്. വേടന്റെ പേര് ജാതിയുടെ പേരിൽ അങ്ങനെ നല്ല കഴിവുള്ള ഒരു കലാകാരനല്ലേ. ജാതിയുടെ പേരിൽ ഒരാൾ ഇവിടെ മാറ്റി നിർത്തിയെന്ന് എനിക്ക് തോന്നുന്നില്ല. കേരളത്തിൽ ഇന്നും നിലനിൽക്കുന്ന മതസൗഹാർദ്ദം തകർക്കുന്നത് ഇവിടുത്തെ പ്രധാനപ്പെട്ട രാഷ്ട്രീയ പാർട്ടികളും ചില ചാനലുകളുമാണ്. അവരാണ് ഈ മത സൗഹാർദ്ദം തകർക്കാൻ ശ്രമിക്കുന്നത്. ഉദാഹരണം, ഇപ്പൊ ഇതിനെപ്പറ്റി ഒരു ചർച്ച സംഘടിപ്പിച്ചത് തന്നെ അതിന് ഉദാഹരണമാണ്. പിന്നെ ഇതിൽ ചർച്ച വേണ്ടേ? കേരളീയ സമൂഹത്തിൽ വന്നിട്ട് അമ്പലത്തിൽ ഒരു ആഘോഷത്തിന്റെ ഭാഗമായി ഒരു ക്രൈസ്തവ ഭക്തിഗാനം പറഞ്ഞാൽ അവരുടെ മുഖത്ത് നോക്കി ഇതല്ല കേരളം, കേരളത്തിന്റെ പാരമ്പര്യം ഇതല്ല എന്ന് പറയാനുള്ള ആർജവം വേണ്ടേ? അല്ല, ആർജവമൊക്കെ വളരെ നല്ലതാണ്. പണ്ട് പിന്നെ കുംഭമേള നടന്ന കാലത്ത് കുംഭമേളയ്ക്ക് കേരളത്തിൽ നിന്ന് വരെ ആളുകൾ പോകുന്നു പറഞ്ഞൊരു വിവാദം ഉണ്ടായത് താങ്കൾ ഓർക്കുന്നുണ്ടാവുമല്ലോ. എന്നാൽ അതുപോലുള്ള ഒരു കാര്യമാണ് കേരളത്തിൽ ഇന്നും ഹിന്ദു ക്രിസ്ത്യൻ മുസ്ലിം വിഭാഗങ്ങൾ വളരെ ഐക്യത്തോടും വളരെ സ്നേഹത്തോടും അങ്ങോട്ടും ഇങ്ങോട്ടും ഇടപെട്ട് പെരുമാറുന്നവരാ 98% പേര്. അത് ശരിയാണ്. അതിനകത്ത് ഒരു മാറ്റവും ഈ നിമിഷം വരെ വന്നിട്ടുള്ളതായിട്ട് എനിക്ക് ബോധ്യപ്പെടുന്നില്ല. ഇല്ല, എനിക്ക് ബോധ്യപ്പെട്ടിട്ടില്ല. ഇത്തരം കാര്യങ്ങൾ ഇതിപ്പോ പ്രശ്നം വെച്ചാൽ നന്ദഗോവിന്ദം ഭജൻ ടീം ക്ഷേത്രത്തിലെ ഒരു വേദി കൊടുത്തപ്പോൾ അവര് ആ ക്ഷേത്രവേദി ഇങ്ങനെ പിന്നെ ഹിന്ദു ദേവന്മാരുടെ കീർത്തനങ്ങൾ പാടുന്നതിന് പകരം പിന്നെ ഇത്തരം ഒരു ഗാനം ആലപിച്ചു എന്നുള്ളതാണ് ആ പ്രശ്നം. ഒന്നും സംഭവിക്കില്ല. അതിൽ തെറ്റെന്താണ്? അത് ശരിയല്ലേ? അത് ശരിയല്ല സർ. അങ്ങനെയല്ലേ പാടിക്കേണ്ടത്? അത് ചെയ്യാൻ പാടില്ലായിരുന്നു. അങ്ങനെയല്ലേ പാടിക്കേണ്ടത്? വിശാലമായ ഹിന്ദുമതത്തെ കുറിച്ച് അറിയുന്ന ഒരാളാണെങ്കിൽ എല്ലാ ദൈവങ്ങളെയും ഒന്നായി കണ്ട് ആ തരത്തിൽ പാട്ട് പാടണം എന്ന് നിർബന്ധിക്കുകയല്ലേ വേണ്ടത്? ഹിന്ദുമതത്തെ അറിയുന്നവരങ്ങനെയല്ലേ ചെയ്യേണ്ടത്? താങ്കൾക്കറിയാമല്ലോ, ഹിന്ദു ക്ഷേത്രങ്ങളിൽ ഉത്സവത്തോടനുബന്ധിച്ച് എല്ലാ വർഷവും നടന്നു വരുന്ന ഉത്സവങ്ങളോടനുബന്ധിച്ച് ഗാനമേള നടന്നു വരാറുണ്ട്. നല്ല ഗാനമേള ടീംസിന്റെ ഗാനമേളകളാണ്.
അതിലെല്ലാ മതങ്ങളെയും എല്ലാ സിനിമാ ഗാനങ്ങളും എല്ലാ പോപ്പുലറായ ഗാനങ്ങളും പാടുന്നുണ്ട്. അതിൽ ഈ പറഞ്ഞ ഐറ്റംസും വരും. പക്ഷേ ഇത് ഭജൻസാണ്. ഭജൻസിലെ ക്രിസ്തീയ ഗാനോ മറ്റേതെങ്കിലും മതത്തിന്റെ ഗാനോ പാടുന്നത് ഞങ്ങൾ ഇഷ്ടപ്പെടുന്നില്ല. ഹിന്ദു ഭക്തി മാത്രമേ പാടുള്ളൂ, അത് അവിടെ മറ്റു മതങ്ങളെ ഒന്നും ഭക്തി പാടില്ല എന്നില്ലേ? താങ്കൾ ശ്രീ രഘു ഒന്ന് മനസ്സിലാക്കേണ്ടത്, ഹിന്ദു മതം എന്ന് പറയുന്ന വിശാലമായ അർത്ഥത്തിൽ നിൽക്കുന്ന ആളുകൾ എന്ന് പറയുന്നവർക്ക് നിരീശ്വരവാദികൾ കൂടി ചേർന്ന ആളുകളാണ്. അല്ലെങ്കിൽ പലതരത്തിലുള്ള ദൈവങ്ങളെ, ആയിരക്കണക്കിന് ദൈവങ്ങളെ ആരാധിക്കുന്ന മനുഷ്യരാണ്. അല്ല ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ ദൈവത്തെ മാത്രം ആരാധിക്കുന്ന, അങ്ങനെ മാത്രം ജീവിക്കുന്ന ആളുകൾ എന്നുള്ള അർത്ഥമൊന്നുമില്ല. പാരമ്പര്യത്തെ കുറിച്ച് താങ്കൾ എവിടെ പഠിച്ചാലും എവിടെ നോക്കിയാലും താങ്കൾക്ക് മനസ്സിലാവും. അതങ്ങനെ സംഘടിതമായി നിർത്താൻ കഴിയുന്ന ഒന്നല്ല. അത് അവരെ സാർ ദയവ് ചെയ്ത് അവരുമായിട്ട്, എനിക്ക് അവരുമായിട്ട് അവരുടെ നമ്പരൊന്നുമില്ല, അവരെ ഉപദേശിക്കുന്നത് നല്ലതാണ്. എല്ലാ മതത്തിന്റെയും പാട്ട് പാടാനുള്ള അവസരം എല്ലാവർക്കും വേണം എന്ന് തന്നെയാണ്. ഇല്ല എല്ലാ മതത്തിന്റെയും പാട്ട് പാടാൻ പൊതുസ്ഥലങ്ങളിൽ അമ്പലങ്ങളിലല്ല, പൊതുസ്ഥലങ്ങളിൽ അങ്ങനെ എല്ലാ മതങ്ങളിലേക്ക് പാട്ട് പാടാം. ഹിന്ദു ക്ഷേത്രങ്ങൾ ഇപ്പോഴും അങ്ങനെ പാടുന്നുള്ളൂ, പക്ഷേ ഭജനത്തിൽ അങ്ങനെ പാടില്ല. ശരി, ഓക്കെ. താങ്കളുടെ അഭിപ്രായം അങ്ങനെ. ശ്രീ ജയപ്രകാശാണ് പൂജപ്പുരയിൽ നിന്നാണ്. ശ്രീ ജയപ്രകാശ്, താങ്കൾക്ക് എന്ത് തോന്നുന്നു? കേരളത്തിൽ ഇങ്ങനെയൊക്കെ കേൾക്കുമ്പോൾ പലപ്പോഴും അത്ഭുതം തോന്നും. ഇപ്പോഴും ഇങ്ങനെയൊക്കെ അഭിപ്രായം പറയാൻ ചിലർക്കൊക്കെ കഴിയുന്നല്ലോ എന്നുള്ളത്. താങ്കൾക്ക് എന്താണ് അതിൽ പറയാനുള്ളത്? ഇതിന്റെ ഒരു പ്രത്യേകത അറിയാവോ? ഹിന്ദു മതത്തിന് അങ്ങനെ ഒരു പ്രത്യേക സ്ഥാപകനോ ഒരു പ്രവാചകനോ ഒന്നുമില്ല. ഇപ്പം സെമറ്റിക് റിലീജിയൻസ് ഒക്കെ എടുത്ത് നോക്കിക്കഴിഞ്ഞാല് ജുഡൈസം അതിന് ഒരു പ്രവാചകനുണ്ട്, ഒരു ബുക്കുണ്ട്. ക്രിസ്ത്യാനിറ്റി എടുത്തു കഴിഞ്ഞാൽ അതിനും അതെ, ഒരു പ്രവാചകനും ഒരു ബുക്കും. ഇസ്ലാമിലോട്ട് നോക്കിക്കഴിഞ്ഞാൽ അവിടെ ഒരു പ്രവാചകനും ഒരു ബുക്കും. അവർക്ക് ശരിക്കും ഒരു കോഡ് ഓഫ് കണ്ടക്ട് ഉണ്ട്, അവർ അനുശാസിക്കുന്ന കുറെ നിയമങ്ങൾ. അപ്പൊ ഈ ബൈബിളിൽ പറയുന്നുണ്ട് ഇസ്രായേൽ ജനതയ്ക്ക് വേണ്ടി, പിന്നെ ഖുറാനിൽ പറയുന്ന കുല്ലു മുസ്ലിമിൻ, എല്ലാ മുസ്ലിങ്ങൾക്കും വേണ്ടിയെന്നാണ്. അപ്പൊ ഇതിനെയൊക്കെ നമ്മൾ അതേ അർത്ഥത്തിൽ അംഗീകരിക്കുന്നുണ്ട്. നമ്മൾ ഇവരെ എങ്ങനെയാണ് സ്വീകരിച്ചത്? ഇപ്പൊ ഇസ്ലാമിനെ ആണേലും ക്രിസ്ത്യാനിറ്റി ആണേലും ഭാരതത്തിലോട്ട് സ്വീകരിച്ചത് വളരെ ആതിഥ്യ മര്യാദകളോട് കൂടിയാണ്. നമ്മൾ ജ്ഞാനത്വത്തിൽ ഏകത്വം എന്ന് വിശ്വസിക്കുന്ന ആൾക്കാരാണ്. ഇതെല്ലാം വളരെ കറക്റ്റാണ്. ഇപ്പം ഉത്തരേന്ത്യയിലൊക്കെ പണ്ട് സൂഫിസം വളരെ പ്രചാരത്തിലുണ്ടായിരുന്നു. അതായത് ഇങ്ങനെ അവധൂതന്മാരെ പോലെ ദൈവസ്തുതികളുമായിട്ട് നടക്കുന്ന സന്യാസിമാരെ പോലെ നമ്മുടെ ഷിർദി സായിബാബയൊക്കെ പോലുള്ള ആൾക്കാർ, അവരുടെ ദർഗകൾ വളരെ വ്യാപകമായിട്ടുണ്ടായിരുന്നു. പക്ഷെ ഇസ്ലാമിലെ വഹാബിസം വളർന്നതോടുകൂടി അതെല്ലാം ക്യാൻസൽ ചെയ്തു എന്നുള്ളതാണ്. അതൊന്നും ഇല്ല. ഇന്ന് അതെല്ലാം തുടച്ചു മാറ്റുന്നു. ഇന്ന് ഇസ്ലാമിലെ ഈവൻ ഒരു ഖബർ പൂജയോ അല്ലെങ്കിൽ എന്തിനാ ഒരു പരീക്ഷയ്ക്ക് ഒരു റാങ്ക് കിട്ടിയ പെൺകുട്ടിയെ ഒന്ന് സ്റ്റേജിൽ ആദരിക്കാൻ വേണ്ടി വിളിച്ചപ്പം അതുപോലും തടയുന്ന രീതിയിലോട്ട് ഫണ്ടമെന്റലി അല്ലെ പൊളിറ്റിക്കൽ ഇസ്ലാം വളർന്നിരിക്കുന്നു. ഈ ഒരു സമയത്ത് ഇപ്പൊ നമ്മൾ വിചാരിക്കേണ്ടതെന്ന് വെച്ചാൽ ഇപ്പൊ അങ്ങയുടെ വീട്ടിൽ താങ്കൾ പറഞ്ഞതിൽ ചില ചിരുത്തുണ്ട്. ഇന്നും ഇത്തരം പൂജകൾ കേരളത്തിലും ഉത്തരേന്ത്യയിലുമൊക്കെ ഒരുപാട് സ്ഥലങ്ങളിൽ അപ്പോഴുമുണ്ട്. ഡൽഹിയിലൊക്കെ പ്രധാനപ്പെട്ട നിരത്തുകളിലടക്കം അത്തരം പൂജകളും ഒക്കെ ഉണ്ട്. അത് ഈ ഭാരതീയമായ ചില സംസ്കാരങ്ങളുമായിട്ടൊക്കെ ചേർന്നും ഒക്കെ ഉണ്ടായ പല കാലങ്ങളുണ്ടായ വിശ്വാസത്തിന്റെ ഭാഗമാണ്. അത് അംഗീകരിക്കുന്നവരും അംഗീകരിക്കാത്തവരും ഒക്കെ ഉണ്ട്. ഇല്ലല്ല, സുന്നികൾ അതിനെതിരാണ്. അത് ഒന്ന് അന്വേഷിച്ചു കഴിഞ്ഞാൽ അങ്ങക്ക് മനസ്സിലാവും. അവരെതിരാണ് അതിന്. അപ്പൊ ഈ പിന്നെ കാശ് കിട്ടുന്നിടത്ത്, അപ്പൊ കാശ് ഇപ്പം നമ്മുടെ എന്താണ് ഇവിടെ കിട്ടുകയാണെങ്കിലും പിന്നെ അതിനുമൊക്കെ ആൾക്കാര് എന്തെങ്കിലും പറഞ്ഞ് വാവര് സ്വാമിന്നോ അതോ ഇതൊക്കെ പറഞ്ഞ് നമ്മളത് ഇതാക്കും. അതിനകത്തൊരു ഇതില്ല. ഞാൻ പറയുന്നതല്ലേ, ഇപ്പൊ അങ്ങയുടെ വീട്ടിൽ അങ്ങയുടെ പിതാവിന്റെ പിറന്നാൾ ആഘോഷം, ഈ പിറന്നാൾ ആഘോഷം അങ്ങയുടെ വീട്ടിൽ വച്ച് നടത്തുമ്പോൾ അടുത്ത വീട്ടിലെ ആളെ, അദ്ദേഹത്തെ നമ്മൾ ബഹുമാനിക്കുന്നുണ്ട്, നമ്മൾ സ്നേഹം കൊടുക്കുന്നുണ്ട്, എല്ലാം ഉണ്ട്. പക്ഷെ അദ്ദേഹത്തിന്റെ സ്തുതി അങ്ങയുടെ വീട്ടിൽ പാടണമെന്ന് പറയുന്നത് ശരിയല്ല. ആ ഒരു ഇതിലേ ഉള്ളൂ. നമ്മളെല്ലാം ഏകദൈവ വിശ്വാസികളൊന്നും അല്ല. താങ്കൾ ആദ്യം പറഞ്ഞത് ഇതുമായി തീരെ യോജിക്കില്ലല്ലോ. താങ്കൾ ആദ്യം തന്നെ പറഞ്ഞല്ലോ ഇതൊരു സെമസ്റ്റിക് മതമല്ല, ഹിന്ദു മതം. അതേ സംബന്ധിച്ച് ഏകദൈവം എന്ന് പറഞ്ഞൊരു സങ്കല്പമില്ല. ഓരോരുത്തർക്കും ദൈവം ഉണ്ടെന്നും ഇല്ലെന്നും ഒക്കെ വിശ്വസിക്കുന്നവർക്ക് എല്ലാവരും കൂടി ചേർന്നൊരു മതമാണ്. അവിടെ എങ്ങനെയാണ് മറ്റൊരു മതം ഹിന്ദു മതം എതിരാവുന്നത്? നമ്മൾ 30 കോടി ദൈവങ്ങൾ എന്ന് പറയുമ്പോൾ നമ്മൾ ഇപ്പോഴും രാവിലെ ലാ ഇലാഹ ഇല്ലല്ലാ എന്ന് പറയുമ്പോ എന്ന് പറഞ്ഞാൽ അള്ളാഹു അല്ലാതെ വേറൊരു ദൈവം ഇല്ല, ആരാധനയ്ക്ക് അർഹൻ അള്ളാഹു മാത്രം എന്നതിനെ നമ്മൾ അക്സെപ്റ്റ് ചെയ്യാണ് ഗ്രേസ്ഫുള്ളി. നമ്മൾ അതിനെ എതിർക്കുന്നില്ല. പക്ഷെ ഇവിടെ പ്രശ്നം എന്താന്ന് വെച്ചാൽ അങ്ങയുടെ പിതാവിന്റെ ഈ പെരുന്നാള് അല്ലെങ്കിൽ ഉത്സവം അത് എങ്ങനെയാണ് ഒരു ഹിന്ദു ഒരു ബാധകമാകുന്നത്? പിതാവിന്റെ എന്ന് പറയുമ്പോൾ ഒരാളിന്റെ മാത്രമേ ഉദ്ദേശിച്ചില്ലല്ലോ. അങ്ങനെ ഒരു ഏകദൈവ വിശ്വാസി അല്ലല്ലോ. ഹൈന്ദവത്തിൽ അങ്ങനെ ഒരു ഏകദൈവ വിശ്വാസമില്ലല്ലോ.
അങ്ങയുടെ പിതാവിന്റെ പിറന്നാൾ അങ്ങയുടെ വീട്ടിൽ ഞാൻ ചോദിച്ചത് നടത്തുമ്പോൾ എന്റെ പിതാവിന്റെ പിറന്നാൾ എന്ന് താങ്കൾ പറയണമെങ്കിൽ, ശ്രീ ജയപ്രകാശ് പറയണമെങ്കിൽ, അത് ഏകദൈവ വിശ്വാസം ഉള്ള ഒരു മതത്തിനെ സംബന്ധിച്ച് വേണമെങ്കിൽ ആ ഉദാഹരണം പറയാം. താങ്കൾക്ക് ഒരു ക്രൈസ്തവ അല്ലെങ്കിൽ ഒരു മുസ്ലിം പള്ളിയിൽ ഒരു ഹിന്ദു പാട്ട് പാടരുത് എന്ന് പറയണമെങ്കിൽ അവിടെ ഏകദൈവ വിശ്വാസമാണ്, അതുകൊണ്ട് മറ്റു ദൈവത്തെ പാടില്ല എന്ന് പറയാം. പക്ഷെ ഒരു ഹിന്ദു ആരാധനാലയത്തിൽ അങ്ങനെ പറയാൻ കഴിയില്ല. അത് വളരെ സിമ്പിൾ അല്ലേ? നമ്മൾ എല്ലാ മതങ്ങളെയും സ്നേഹിക്കുന്നു, എല്ലാ മതങ്ങളിലെയും നന്മ നമ്മൾ ഉൾക്കൊള്ളുന്നു. മറ്റൊരു ആരാധനാലയം കാണുമ്പോൾ നമ്മൾ ബഹുമാനത്തോടു കൂടി ഒരു കുരിശ് വരയ്ക്കുകയോ അല്ലെ കൈതൊഴുകയോ, ഒരു മദ്രസ കാണുമ്പോഴോ ഒരു പള്ളി കാണുമ്പോഴോ കൈതൊഴുകയോ ചെയ്യും. കാരണം നമ്മുടെ അച്ഛനും അമ്മയും നമുക്ക് പകർന്നു തന്ന നന്മ അതാണ്. പക്ഷെ മറ്റുള്ളവരിൽ നിന്നില്ല. ഞാൻ ഇപ്പോഴും മദനിയുടെ ഒരു പ്രസംഗം കേട്ട് ഇപ്പോഴും ആലോചിക്കുന്നുണ്ട്. മമ്പറം തങ്ങളുടെ മണ്ണാണിത്. ഇവിടെയാണ് ഈ ആന എഴുന്നള്ളിച്ച് പേക്കൂത്ത് കാണിക്കുന്നത്. ഇവിടെയാണ് മുലക്കച്ച വെട്ടിയ പെണ്ണുങ്ങൾ നടക്കുന്നത്. അതിന് നമ്മൾ പൈസ കൊടുക്കണോ സഹോദരന്മാരെ, ബദരിങ്ങളെ എന്ന് മദനിയൊക്കെ പറയുന്ന ഉരക്കേടിന് ഇപ്പോൾ ഈ പറയുന്ന ആളുകൾ പറഞ്ഞ ഉരക്കേട് പോലെ പലതും പറഞ്ഞിട്ടുള്ള ആളൊക്കെ തന്നെയാണ്. അതിനകത്ത് യാതൊരു സംശയവുമില്ല. അതുകൊണ്ട് അതേ മട്ടിൽ ഇവിടെയും വേണമെന്നാണ്. ഭജന നടക്കുമ്പോ, അമ്പലത്തിലൊരു ഭജന നടക്കുമ്പോൾ അവിടെ ഒരു ഇത് സ്തുതി, ഞാൻ പറഞ്ഞില്ലേ ഈ ദൈവസങ്കല്പങ്ങളിൽ ഏറ്റവും മഹത്തരമാണ്. താങ്കൾ തന്നെ ആദ്യം പറഞ്ഞു ഈ ഹിന്ദുക്കൾ എങ്ങനെയാണ് ദൈവസങ്കല്പം ഉള്ളതെന്ന്. അങ്ങനെ ഒരു ക്ഷേത്രത്തിൽ എൻ്റെ ഭാഗമായി, ക്ഷേത്രത്തിനകത്തൊന്നുമല്ല, ക്ഷേത്രത്തിൻ്റെ ഭാഗമായി ഉത്സവം നടക്കുന്നതിനായ ഭജൻ വരുന്നു. ആ ഭജന സംഘത്തോട് ക്ഷേത്രഭാരവികൾ ആവശ്യപ്പെടുന്നു ഒരു ക്രൈസ്തവ ഭക്തിഗാനം പാടണമെന്ന്. അവരൊരു ക്രൈസ്തവ ഭക്തിഗാനം പാടി. ഇതേപോലെയുള്ള ക്ഷേത്രങ്ങളിലെ ഉത്സവത്തിൻ്റെ ഭാഗമായി ഭക്തിഗാനങ്ങൾ മാത്രമല്ല, നിറയെ അശ്ലീലമുള്ള ഗാനങ്ങളും അടക്കം ഗാനവേളകളും നാടകങ്ങളും മിമിക്രികളും, ഒരു കാലത്ത് മിമിക്രിയൊക്കെ താങ്കൾക്കറിയാമല്ലോ, എന്തെല്ലാം അശ്ലീലങ്ങൾ പറഞ്ഞിരുന്നതാണ്. അതെല്ലാം ഈ അമ്പലങ്ങളുടെ ഭാഗമായിട്ടുള്ള ഉത്സവത്തിന്റെ ഭാഗമായി നടന്നിരുന്നതാണ്. അന്നൊന്നും ആർക്കും ഇതൊന്നും ഒരു ബുദ്ധിമുട്ടും തോന്നിയിട്ടില്ല. നമ്മളിപ്പോ ഇങ്ങനെ ചെയ്യുന്നുണ്ടെങ്കിൽ നാളെ ഓരോ പള്ളിയിൽ ഒരു ചന്ദനക്കുടം നടക്കുമ്പം അല്ലെങ്കിൽ ഒരു പെരുന്നാൾ നടക്കുമ്പം അവിടെ ഒരു കൃഷ്ണസ്തുതി, അവിടെ ഒരു ശിവസ്തുതി, അതാരെങ്കിലും സമ്മതിക്കോ? എന്തെങ്കിലും കീഴ്വഴക്കമുണ്ടോ? അങ്ങനെ എന്തിനാണ് അങ്ങനെ ചെയ്യിക്കുന്നത്? അല്ല, ഇറ്റ് ഷുഡ് ബി റെസിപ്രോക്കൽ. അല്ല, അത് ഞാൻ ചോദിച്ചത് എന്തിനാണ് അങ്ങനെ നിർബന്ധിച്ച് ചെയ്യിക്കേണ്ട കാര്യം എന്താണ്? അല്ല, അതാ ഞാൻ പറഞ്ഞത്. നമുക്ക് മാത്രം നമ്മുടെ ലക്ഷക്കണക്കിന് ഏക്കർ ദേവസ്വം ബോർഡുകളുടെ സ്വത്തുക്കൾ പലരും കയ്യേറിയിട്ടുണ്ട്, പല മതക്കാരും കയ്യേറിയിട്ടുണ്ട്. നമ്മളാരും കംപ്ലൈന്റ് ചെയ്യുന്നില്ലല്ലോ. ഇനിയിപ്പോ കുറെ നാൾ കഴിയുമ്പോൾ ദേവസ്വം ബോർഡിൽ കൂടെ മറ്റു മതസ്ഥരെ ആക്കണമെന്ന് പറയും. അങ്ങനെ ഒരു സ്ഥിതി വരില്ലേ? ഇവിടെ ദേവസ്വം ബോർഡിൽ മറ്റു മതസ്ഥരെ ഒന്നും ഒരാളും ആക്കിയിട്ടില്ല. താങ്കൾ പറഞ്ഞ അർത്ഥത്തിൽ ദേവസ്വം ബോർഡിന് ഞാൻ അക്കാര്യത്തിൽ അഭിപ്രായം പറയുന്നില്ല. ദേവസ്വം ഹിന്ദു മതസങ്കല്പം അനുസരിച്ചാണെങ്കിൽ അങ്ങനെ ഏതെങ്കിലും ഒരു മതത്തിനെയോ അല്ലെങ്കിൽ ഒരു മതവിശ്വാസികളെയോ ജാതി വിശ്വാസികളെയോ മാത്രമൊന്നും ഉൾക്കൊള്ളുന്നതല്ല. അത് വിശാലമായി എല്ലാ മനുഷ്യരെയും വിശാലമായിട്ട് ചിന്തിക്കുന്നവരാണ് നമ്മൾ. ജയപ്രകാശ്, നമുക്ക് മറ്റൊരു പ്രശ്നത്തിലേക്ക് കൂടി പോകുന്നതിന് മുമ്പ് ഒരു ചെറിയ ഇടവേളയിലേക്ക്. പാട്ടിനും മതം വേണോ എന്നുള്ള വിഷയമാണ് നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. ശ്രീ കൃഷ്ണൻകുട്ടിയാണ് മണിമലയിൽ നിന്നും. ശ്രീ കൃഷ്ണൻകുട്ടി, ഈ നവോത്ഥാനത്തിലേക്ക് നവീകരിക്കപ്പെട്ട ഒരു സമൂഹമാണ് എന്നൊക്കെ നമ്മൾ അഭിമാനപൂർവ്വം പറയുമ്പോഴാണ് ഈ കേരളത്തിൽ ഇപ്പോഴും ഒരു ക്ഷേത്ര ഭരണസമിതിയുടെ തന്നെ ആവശ്യപ്രകാരം ഒരു ക്രൈസ്തവ ഭക്തിഗാനം പാടിയതിൻ്റെ പേരിൽ ഈ തരത്തിൽ വിഷം കലർത്താൻ ശ്രമിക്കുന്നത്. എന്താണ് പറയാനുള്ളത്? നമസ്കാരം. നമസ്കാരം. നമ്മളെ തിരുവനന്തപുരത്തെ അമ്പലത്തിലല്ലേ മോണോലിസയുടെ കല്യാണം നടത്തി കൊടുത്തത്? അതെ അല്ലേ? അവരേത് മതക്കാരെന്ന് അറിയാമല്ലോ എല്ലാവർക്കും. അതുപോലെ ഞാൻ പണ്ട് എന്ന് പറഞ്ഞാൽ ഈ ഏണിപ്പടികൾ സിനിമയ്ക്കകത്ത് ഒരു പാട്ടുണ്ടായിരുന്നു, പ്രാണനാഥൻ എനിക്ക് നൽകിയ പറഞ്ഞിട്ട്. അത് ആകാശവാണി കുറെ കാലം നിരോധിച്ചിരുന്നു. ആ കാലത്ത് ഞാൻ തിരുവനന്തപുരത്ത് ഒരു ആവശ്യത്തിന് പോയപ്പോ, ഞാൻ കോട്ടയത്താണ് ഉള്ളത്, തിരുവനന്തപുരത്ത് ആവശ്യത്തിന് പോയപ്പോൾ അവിടുത്തെ ഒരു അമ്പലത്തിൽ ഗാനമേള ഉണ്ടായിരുന്നു. മാധുരിയുടെ ഗാനമേളയായിരുന്നു. ആ ഗാനമേളയ്ക്ക് മാധുരി ആ പാട്ട് പാടി. എല്ലാവരും ആ പാട്ട് ആസ്വദിച്ചു. അതേത് ഒരു മതത്തിനും പ്രശ്നമില്ലായിരുന്നു. ഞങ്ങളുടെ മണിമല പള്ളിയിലെ പെരുന്നാൾ നടക്കാറുണ്ട്. വലിയ പള്ളിയാണ്, അതായത് ഫെറോന പള്ളിയാണ്. ഫെറോന പള്ളിയുടെ കീഴിൽ തന്നെ കുറെ പള്ളികളുണ്ട്. ആ വലിയ പെരുന്നാളിന് ഒരു 2 കിലോമീറ്റർ ദൂരത്തില് വലിയ റാലിയുണ്ട്, റാസ എന്ന് പറയും, പ്രദക്ഷിണം. അതില് മുത്തുക്കുട എടുത്ത് അതിൽ പങ്കെടുക്കുക എന്നുള്ളത് പലരുടെ നേർച്ചയാണ്. ഈ നാട്ടിലെ മിക്കവാറും ഹിന്ദുക്കളുടെ വീട്ടിൽ നിന്ന് ആൾക്കാർ ഈ കുടയെടുത്ത് ആ റാസയിൽ പങ്കെടുക്കാറുണ്ട്. അവിടെ ഒന്നും ആർക്കും ഒരു പ്രശ്നമില്ല. ക്രിസ്ത്യാനികളുടെ കൂടെ തന്നെ നിന്ന് ഈ ഹിന്ദു ആൾക്കാരും കൂടെ ഈ കുടയെടുത്ത് 2 മണിക്കൂർ റാലിയിൽ പങ്കെടുത്ത് പള്ളിയിൽ പോയി കുടവാട വെച്ച് പള്ളിയിൽ കയറി കുരിശ് വരച്ചിട്ടോ നമസ്കരിച്ചിട്ടോ ഒക്കെ ഇറങ്ങി പോരുന്നുണ്ട്. ആർക്കും ഒരു വിഷയമില്ല. ഞാനൊക്കെ ആണെങ്കിൽ വെളിയിൽ ജോലി ചെയ്യുമ്പോൾ ഞാൻ ഈ ലീവ് എടുത്ത് നാട്ടിൽ വരുമ്പോൾ മണിമല പള്ളിയിലെ പെരുന്നാൾ എന്നാ നോക്കിയിട്ടാണ് ലീവ് എടുക്കുന്നത്.
അല്ലാതെ ഇവിടുത്തെ അമ്പലത്തിലെ ഉത്സവം നോക്കിയിട്ടല്ല. അത് അത്രയ്ക്ക് ഒരു ആഘോഷമാണ് ഇവിടെ ഈ പള്ളിയിലെ പെരുന്നാള്. അതുപോലെ തന്നെ ഞങ്ങളുടെ അമ്പലത്തിലും വേറെ മതത്തിലുള്ള ആൾക്കാരുടെ കല്യാണം നടത്തിയിട്ടുണ്ട് ഞങ്ങളുടെ അടുത്തൊരു അമ്പലത്തില്. അന്ന് അവർക്കൊന്നും ഇവിടുന്ന് ഒരു പ്രശ്നം ഉണ്ടായിരുന്നില്ല. ഇത് ഇങ്ങനെ പ്രശ്നം ഇല്ലാതെ പോയിക്കൊണ്ടിരുന്നു കഴിഞ്ഞാല് ചില ആൾക്കാർക്ക് ഇവിടെ അധികാരം പിടിക്കാനും കസേര പിടിക്കാനും കഴിയില്ല എന്നുള്ള വന്നതുകൊണ്ട് അവർ വിചാരിക്കുന്നത് ഇവിടെ വല്ല വർഗീയ വിഷയം തുപ്പിയെങ്കിൽ മാത്രമേ ഇവിടെ മറ്റുള്ള ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ അധികാരം പിടിച്ച പോലെ പിടിക്കാൻ പറ്റൂ എന്നുള്ളൊരു തെറ്റിദ്ധാരണ അവർക്കുണ്ട്. അവർ തെറ്റിദ്ധരിച്ചിരിക്കുകയാണ്. അവർക്കറിയില്ല മലയാള മനസ്സെന്ന് പറഞ്ഞാല് മലയാളി എമ്പാടും പോയി ആൾക്കാരെ എല്ലാ മതങ്ങളുമായിട്ടും നമ്മുടെ ഇന്ത്യയിലുള്ള കൂടുതൽ മതങ്ങള് വെളിയിലും ഉണ്ടാവുമല്ലോ. അവരെല്ലാം ഒന്നിച്ച് മിങ്കിൾ ചെയ്ത് ജീവിക്കുന്ന ആൾക്കാര് ഈ ഇതൊക്കെ കേൾക്കുമ്പോൾ ഇവർക്ക് ഭ്രാന്താന്നേ പറയുള്ളൂ. ഇതുപോലെ വിഷം ചീറ്റുന്ന ആൾക്കാരെ പിടിച്ച് നമ്മളെ വാവാ സുരേഷ് ഇല്ലേ, വാവാ സുരേഷ്, എത്ര വാവാ സുരേഷ് വിചാരിച്ചാലാണ് ഇതുപോലുള്ള ആൾക്കാരെ പിടിച്ച് ആ യുപിയിലെങ്ങാനും അവിടുത്തെ വർഗീയവനത്തിൽ കൊണ്ടുവിടാൻ കഴിയുക? ചെമ്മനഞ്ചാക്കയുടെ ഒരു കവിത ഉണ്ടായിരുന്നു, വർഗീസ് ആന എന്ന് പറഞ്ഞ കവിത. വർഗീസ് ആന എന്ന ഈ വർഗീസ് എന്ന് പറഞ്ഞ ആനയെ ഗുരുവായൂർ നടക്കിരുത്താൻ കൊണ്ടുവന്ന് കഴിഞ്ഞപ്പോൾ ആനയുടെ പേര് വർഗീസ് ആയതുകൊണ്ട് അവിടെ എടുക്കാതെ തിരിച്ചു വിട്ടതെന്ന് പറഞ്ഞൊരു ഹാസ്യ കവിതയുണ്ട് ചെമ്മനഞ്ചാക്കയുടെ. ഇതൊക്കെ പറയുന്ന ആൾക്കാർ ഈ വർഗീസ് ആന എന്നുള്ള കവിത 1000 പ്രാവശ്യം വായിക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. അതുപോലെ തന്നെയാണ് പണ്ടത്തെ നിർമ്മാല്യ സിനിമയ്ക്കകത്ത് പി ജെ ആന്റണിയാണ് ഒരു ദേവിയുടെ മുഖത്തേക്ക് കാർക്കിച്ചു തുപ്പുന്നതായിട്ട് കാണിക്കുന്നത്, വെളിച്ചപ്പാടിന്റെ റോൾ അഭിനയിച്ച്. ഈ കേരളത്തിൽ ആദ്യമായിട്ട് ഭരത് അവാർഡ്, ഏറ്റവും നല്ല നടനുള്ള ദേശീയ അവാർഡ് കൊണ്ടുവന്ന ആ പി ജെ ആന്റണി ആയിരുന്നു. ആ സിനിമ എല്ലാവരും കണ്ടു. വളരെ വ്യക്തമാണ്. ശ്രീ ആൽബിനാണ് എറണാകുളത്ത് നിന്ന്. ആൽബിനിലേക്ക് വരുമ്പോൾ നമുക്ക് വളരെ വേഗത്തിൽ ചില കമൻറ്റുകൾ കൂടി നോക്കാം. ശ്രീ ഹ്യൂമൻ ബീയിങ് എന്നൊക്കെ പറഞ്ഞ ആളുകളൊക്കെ മറ്റേ ആവശ്യമില്ലാത്ത കമൻറ്റുകളൊക്കെയാണത്. അത് പ്രത്യേകിച്ച് വായിക്കേണ്ടതില്ല എന്നുള്ളത് കൊണ്ട് തന്നെയാണ് അത് വായിക്കാതിരിക്കുന്നത്. കഴിഞ്ഞ ക്രിസ്മസ് ദിനത്തിനല്ലേ നമ്മുടെ പള്ളിയിൽ ബജ്രംഗ് ദൾ സഹോദരങ്ങൾ കയറി ഹനുമാൻ ചാലീസ ചൊല്ലിയത്? വൺ സൈഡ് മതേതരം മതിയോ എന്നൊക്കെ പ്രോഫറ്റ് മുഹമ്മദ് എന്ന് പറഞ്ഞിട്ട് മറുപടി ഉണ്ടോ എന്നൊക്കെ പറഞ്ഞ ഒരാൾ ചോദിച്ചിരിക്കുന്നത് വ്യാജ ആളാണെന്ന് തോന്നുന്നു. ശശിരൻ രാജഗോപാലെ തോൽപ്പിക്കുന്ന വിഷയത്തിനെ എത്ര വാവാ സുരേഷുമാർ ശ്രമിച്ചാലാണ് പിടിക്കാനാവുകയെന്ന് എ കെ കൃഷ്ണൻകുട്ടി ചോദിക്കുന്നു. പ്രിയ വി എസ് പറയുന്നു, പാട്ടിനു മതമില്ല, പക്ഷേ ഭജനയ്ക്കു മതമുണ്ട് എന്ന് പറയുന്നു. മോഹൻലാൽ പറഞ്ഞ പോലെ ഇങ്ങോട്ട് ചൊറിയാൻ അങ്ങോട്ട് മാന്തും, ചിലത് മാത്രം കാണുന്ന അന്തം കണ്ണുകളുണ്ട് എന്നാണ് സുനിൽകുമാറിൻ്റെ അഭിപ്രായം. ഹിന്ദുക്കൾ വിശാല ഹൃദയം പഹൽഗാമിൽ ഉപേക്ഷിച്ചു എന്ന് ഗ്ലാഡിയേറ്റർ പറയുന്നു. ഗ്ലാഡിയേറ്റർ പിന്നെ സ്ഥിരമായി ഇങ്ങനെ ഒരു വർഗീയവാദം പറയുന്ന ആളാണ്. ഹിന്ദുക്കൾ എവിടെ ഉപേക്ഷിച്ചില്ല എന്ന് പറയാൻ ഗ്ലാഡിയേറ്ററിനെ ആരെങ്കിലും ചുമതലപ്പെടുത്തിയിട്ടുണ്ടോ? അങ്ങനെ ഇതിന് മതത്തിൻ്റെ ഏതെങ്കിലും ഇത് പറയാൻ. അതോടൊപ്പം തന്നെ അനൂപ്, ഭജനങ്ങൾ തുടങ്ങുന്നതിന് മുമ്പ് ബാങ്ക് വിളിക്കുക, കുർബാനയും നടത്തുക, മതേതരത്വം ജയിക്കട്ടെ എന്ന് അനൂപ് പറയുന്നു. എന്തായാലും അങ്ങനെ കുറേ കമൻറ്റുകൾ, ചില കമൻറ്റുകളൊക്കെ വായിക്കാൻ ഈ ഒരു വർഗീയമായ കമൻറ്റുകളായതുകൊണ്ടാണ് വായനയിൽ നിന്ന് ഒഴിവാക്കുന്നത്. ശബരിമലയിൽ ജയവിജയൻ പാടിച്ച ഹരിവരാസനം പാടണമെന്ന് ഗ്ലാഡിയേറ്റർ പറയുന്നു. അപ്പോൾ എന്തായാലും ഇങ്ങനെയൊക്കെ പറയുന്ന ആളുകൾ ഈ നാട്ടിൽ ഇപ്പോഴും ഉണ്ടല്ലോ, പലതരത്തിലുള്ള വർഗീയവാദികളുണ്ടല്ലോ എന്ന്. ഗ്ലാഡിയേറ്ററിൻ്റെ പിന്നിൽ മറിഞ്ഞിരിക്കുന്നത് ഏതോ വർഗീയവാദിയാണെന്ന് തോന്നുന്നു. ഇത്രയും കാലവും അവിടെ പാട്ട് പാടിയതുകൊണ്ട് ഏതെങ്കിലും തരത്തിൽ കേരളത്തിലെ ഒരു മതവിശ്വാസി, യഥാർത്ഥ മതവിശ്വാസികൾക്കാർക്കും ഒരു ബുദ്ധിമുട്ടും ഉണ്ടായിട്ടില്ല. അല്ലാത്ത വർഗീയവാദികൾക്ക് അങ്ങനെയൊക്കെ ഉണ്ടാവും. എന്തായാലും കുറേയേറെ കമൻറ്റുകൾ കൂടി ഉണ്ട്. എല്ലാ കമൻറ്റുകളും കൃത്യമായി വായിച്ചു നോക്കാതെ പരസ്യമായി വായിക്കാൻ കഴിയാത്തതുകൊണ്ടാണ് ഞാനത് ഒഴിവാക്കുന്നത്. എന്തായാലും നമുക്ക് അടുത്ത പ്രശ്നം ആൽബിനാണ് എറണാകുളത്ത് നിന്ന്. ശ്രീ ആൽബിൻ, താങ്കൾക്ക് എന്താണ് ഈ വിഷയത്തിൽ പറയാനുള്ളത്? എന്ത് പറയുന്നത്, പാട്ട് പറഞ്ഞവർക്ക് ഇപ്പൊ എന്താ ഒരു പ്രശ്നം എന്താണ്? ഇപ്പൊ ഒരു കലാപം ഇപ്പൊ ഉണ്ടാക്കാൻ പാടില്ല. കൊറോണ ഇപ്പൊ കലാപം ഇപ്പൊ ഇല്ല. ഈ പേരുമ്പോൾ ഒരാളും ഇപ്പൊ കലാപം ഉണ്ടാക്കരുത്. ജനങ്ങൾ ഇങ്ങനെ ഇപ്പൊ ജീവിച്ച് പോട്ടെ. ഒന്നും കേട്ടില്ലോ ഒന്നും കണ്ടില്ലോ നടന്നാ മതി. ഇവരിപ്പോ ഒരു കലാപം ഇല്ല ഇപ്പൊ കേരളത്തിൽ. ഈ പേരും ഒരു കലാപം ഉണ്ടാക്കാൻ പാടില്ല. ഒരു അറസ്റ്റാനോ ഒന്നും ഉണ്ടാക്കാൻ പാടില്ല. ഇപ്പൊ ജനങ്ങൾ ഇങ്ങനെ ജീവിച്ചു പോട്ടെ. ഈ പേര് പറഞ്ഞ ഒരു കലാപം പാടില്ല. ഒന്നും കേട്ടില്ലോ ഒന്നും കണ്ടില്ല. അവർ നടന്നാ മതി. ഇപ്പൊ ഇത് ഇത്ര പറയാനുള്ളത്. ശരി, താങ്കളുടെ അഭിപ്രായം ഈ വിഷയത്തിൽ വ്യക്തമാണ്. ചില കമൻറ്റുകൾ കൂടി വായിക്കാറുണ്ട്. പ്രപഞ്ചത്തെ നിലനിർത്തുന്ന ശക്തിയാണ് ദൈവമെന്ന് പറയുന്നത്. യഥാർത്ഥ വർഗീയവാദികൾ ഹിന്ദു ദൈവത്തെ പിശാചിൻ്റെ അങ്ങനെ എന്തോ എഴുതിയിരിക്കുന്നത്. എൻ്റെ കൃത്യമായി എനിക്ക് മനസ്സിലായില്ല ഏറ്റവും അവസാനത്തെ വാചകം എന്താണെന്ന്.
എന്തായാലും മറ്റ് ചില കമൻറ്റുകൾ കൂടിയുണ്ട്. ഈ കമൻറ്റുകളെല്ലാം കൂടി ആ തരത്തിൽ വായിക്കാതിരിക്കുന്നത് ചില കമൻറ്റുകളിലൊക്കെ ഈ വർഗീയമായ ചില പരാമർശങ്ങൾ ഉൾപ്പെടുന്നത് കൊണ്ടാണ്. എന്തായാലും നമ്മുടെ പൊതുവേദിയിൽ പ്രതികരിച്ച ഭൂരിപക്ഷം പ്രേക്ഷകരും ഒന്നാണ് പറഞ്ഞത്, കലയ്ക്ക് ഏതെങ്കിലും തരത്തിൽ മതമോ ജാതിയോ നോക്കേണ്ടതില്ല. കേരളത്തിൻ്റെ പാരമ്പര്യവും ഇന്ത്യയുടെ പാരമ്പര്യവും ഒന്നും അങ്ങനെയല്ല. മഹത്തായ പല മതങ്ങളുമായി ബന്ധപ്പെട്ട ഭക്തിഗാനങ്ങളും അല്ലെങ്കിൽ അത്തരം കലാസൃഷ്ടികളും ഒക്കെ രൂപപ്പെടുത്തിയ പലരും ഇതര മതസ്ഥരായിരുന്നു. എന്തിനും മലയാളത്തിൽ ഏറ്റവും അതിപ്രശസ്തമായ ഹൈന്ദവ, ക്രൈസ്തവ, ഇസ്ലാം ഭക്തിഗാനങ്ങൾ പലതും രൂപപ്പെടുത്തിയ രണ്ടുപേർ എന്ന് പറയുന്നത് വയലാറും ദേവരാജൻ മാഷുമാണ്. ഇവർ രണ്ടുപേരും ഒരു ദൈവത്തിലും ഒരു മതത്തിലും ഒരു ദൈവത്തിലും വിശ്വാസമില്ലാതിരുന്ന നിരീശ്വരവാദികളായ ആളുകളായിരുന്നു. അങ്ങനെ എല്ലാ തരത്തിലുള്ള ആളുകളും ഒരുമിച്ച് കലയെ കലയായി കണ്ട് അതിൻ്റെ സൗന്ദര്യം ആസ്വദിച്ച് ജീവിക്കുന്ന ഒരു സമൂഹമായി തന്നെ നമുക്ക് നാളെയും തുടരാനാവണം. ഇടയ്ക്കെങ്കിലും ചിലർ ഇതിനെ സങ്കുചിതമായ മാനസികാവസ്ഥയോടുകൂടിയാണ് കണ്ടത്. അവരുടെ പള്ളിയിൽ ഇത് സമ്മതിക്കുന്നില്ല, അതുകൊണ്ട് ഞങ്ങളുടെ അമ്പലത്തിൽ ഇത് സമ്മതിക്കില്ല. അങ്ങനെയെല്ലാം മറ്റുള്ളവരുടെ ഏതെല്ലാം മോശപ്പെട്ട വശങ്ങളുണ്ടോ അതെല്ലാം ഞങ്ങളും ജീവിതത്തിൽ പകർത്തും എന്നുള്ള മട്ടിലൊക്കെ അഭിപ്രായം പറഞ്ഞ ആളുകളുമൊക്കെ ഉണ്ട്. പക്ഷേ വിശാലമായ ലോകത്ത് വലിയ ദുരന്തങ്ങൾ ഉണ്ടായപ്പോൾ, പ്രളയം വന്നപ്പോഴും കോവിഡ് വന്നപ്പോഴും ഒരാളിനും ജാതിയും മതവും ഒന്നുമില്ലായിരുന്നു. ഇടയ്ക്ക് ഒരു പ്രേക്ഷകൻ പറഞ്ഞതുപോലെ പട്ടിക്ക് എന്നൊക്കെ പറയുമ്പോൾ പട്ടിക്ക് ഭക്ഷണം കൊടുക്കുന്നത് പോലെ എന്നൊക്കെ പറഞ്ഞാൽ അത് ഭയങ്കരമായി എനിക്ക് തോന്നി, വൈകാരികമായി പോലും തോന്നി. അങ്ങനെ ആ തരത്തിലായിരുന്നു യഥാർത്ഥത്തിൽ കോവിഡ് കാലത്തൊക്കെ വീടിൻ്റെ മതിലൊക്കെ കൊണ്ട് ആളുകൾക്ക് ഭക്ഷണം വെച്ചിട്ട് പോവുകയായിരുന്നു. അന്നൊന്നും ആർക്കും ഇങ്ങനെ പോലും തോന്നിയില്ല, എനിക്ക് അങ്ങനെയെങ്കിലും ഭക്ഷണം കൊണ്ടു തരുന്നല്ലോ, അവിടെ ഏത് ജാതിക്കാരനാണ് ഏത് മതക്കാരനാണ് നമ്മളെ അറിയുന്ന ആളാണോ കൊണ്ടു തരുന്നത്, അതുപോലും അറിയാതെയാണ് പലരും ഇതൊക്കെ സ്വീകരിച്ചത്. കോവിഡ് സെൻ്ററുകളിലൊക്കെ നിന്ന് കൂടെ ഉണ്ടായിരുന്ന ആളുകൾ പോലും ആരാണെന്നറിയില്ല, എല്ലാവരും പരസ്പരം അങ്ങനെയൊക്കെ ജീവിച്ചതാണ് അപകടം വരുമ്പോൾ. പക്ഷേ അപകടമെല്ലാം മാറി സ്വസ്ഥമായ ജീവിതത്തിലേക്ക് വരുമ്പോഴാണ് മതവും ജാതിയും വർഗീയതയും എല്ലാം തലപൊക്കുന്നത്. ഇതിനെതിരെയൊക്കെ പോരാടി നവീകരിച്ച് വന്ന ഒരു സമൂഹമാണ് കേരളം. ആ മട്ടിൽ തന്നെ നമുക്ക് തുടരാൻ ആവും എന്ന് ഒരുമിച്ച് തന്നെ പ്രതീക്ഷിക്കാം. നാളെയും ഇതേ സമയം ന്യൂസ് 18 പൊതുവേദി മറ്റൊരു വിഷയവുമായി.